ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല രാത്രിയിൽ പിന്നെയും മഹത്വമായി പെരുമാറകട്ടെ. ഈ വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠായ ഈ ദൈവസഭയ്ക്ക് ഉത്തമമായ നേതൃത്വം നൽകുന്നതായ ദൈവദാസന്മാർ, വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട കൊയർ, മറ്റ് യോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരാളിനെ കൂടെ എനിക്ക് സല്യൂട്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അനേക വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പഠിപ്പിച്ച ജ്യോതിഷ്മതി മാം, എല്ലാവർക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കൂടെ കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രിയിലും 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന വാഗ്ദത്തം നൽകിയവനായ കർത്താവ് നമ്മോട് സംസാരിപ്പാൻ, നമ്മെ സ്പർശിപ്പാൻ, നമ്മെ വിടിവിപ്പാൻ, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ കർത്താവ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നാം വരുന്നതിന് മുൻപേ യേശു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുമുണ്ട്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി വന്ന് ഹല്ലേലൂയ പറഞ്ഞ് ഇന്ന് രാത്രിയിലും ഏതോ ദൈവദാസനിലേക്കല്ല, പകരം കർത്താവിലേക്ക് നോക്കി പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇത്രയൊക്കെ നമുക്ക് കൂടി വരുവാൻ തക്കോണം കർത്താവ് ഇന്ന് രാത്രി കൃപ ചെയ്തല്ലോ. ട്രിവാൻഡ്രം പട്ടണത്തിൽ വളരെ വളരെ ശക്തമായ യോഗം നടക്കത്തില്ല എന്ന ക്രമത്തിലുള്ള മഴയായിരുന്നു. ഞാൻ പുറപ്പെടുമ്പോഴേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോഴേക്കും അതിൻ്റെ കാഠിന്യം ലേശം കുറഞ്ഞു. എങ്കിലും മഴയെ തോൽപ്പിച്ച് എത്തിയ നിങ്ങളുടെ വിശ്വാസത്തിനും ധൈര്യത്തിനും ദൈവം മാനിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ കൂടി വരുവാൻ കഴിയുന്നില്ല. ഞാൻ വളരെ വളരെ അപൂർവമായി മാത്രമേ കേരളത്തിൽ കടന്നു വരാറുള്ളൂ. ബാക്കിയുള്ള സമയത്ത് മിക്കവാറും നോർത്ത് ഇന്ത്യയിലാണ്. ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് അഹമ്മദാബാദ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അവസാന സെക്കൻഡിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അറിവാനായി അധികാരികൾ ആ മീറ്റിങ്ങിന് വേണ്ടി അനുവാദം നൽകിയിട്ടില്ല. അത് ക്യാൻസലായി. സുവിശേഷത്തിൻ്റെ വാതിലുകൾ പല സ്ഥലങ്ങളിൽ അടയുകയാണ്. എത്ര നാളുകൾ നമുക്കും ഇങ്ങനെ ഈ പ്രദേശങ്ങളിൽ കൂടി വരുവാൻ കഴിയും എന്ന് നമുക്കറിയത്തില്ല. മറ്റേതൊരു സമയത്തെക്കാളും ഏറ്റവും വലിയ വെല്ലുവിളികളിലൂടെ ദൈവസഭ കടന്നു പോകുന്നതായ ദിവസങ്ങളാണ് ഇത്. വളരെ പ്രാർത്ഥനയും ദൈവകൃപയും മറ്റേതൊരു തലമുറയേക്കാൾ, ഏതൊരു ദിവസങ്ങളെക്കാൾ നമുക്ക് ആവശ്യമായിരിക്കുന്നതായ ദിനങ്ങളാണ് ഇത്. കർത്താവ് ഇന്ന് ഈ രാത്രിയിലും നമുക്കായി വലിവെച്ച് മാറാകട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് ഈ രാത്രിയിലും പ്രതീക്ഷയോടെ നമുക്കൊന്ന് ഉറ്റുനോക്കാം. ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. കഴിവുള്ളവർ മാത്രം എഴുന്നേറ്റ് നിൽക്കുക, കണ്ണുകളെ അടച്ചാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാവരും അധരങ്ങളെ തുറന്ന് അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം പറയേണ്ടവർ സ്തോത്രം പറഞ്ഞ ദൈവത്തിൻ്റെ ആലയങ്ങളായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം നിരാത്രിയിലും ദൈവത്തെ സ്തുതിക്കുമാറാകട്ടെ, ദൈവത്തെ മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. സകല നാമത്തിന് മേലായ നാമം യേശുവിൻ്റെ നാമം. ഈ രാത്രിയിലും അടുക്കൽ നിൽക്കുന്ന ജനത്തെ മറന്ന്, അടുക്കൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ മറന്ന് 100% യേശുവിലേക്ക് മാത്രം ഏകാഗ്രതയോടെ നമുക്ക് ഉറ്റുനോക്കാം. ഇരുൾ നമ്മെ മൂടിയിടുമ്പോ ലോകവെളിച്ചമാ അവനണയൂ, രോഗികൾ ആയിടുമ്പോ സൗഖ്യദായകൻ അവൻ തരുന്നു. ഇരുൾ നമ്മെ മൂടിയിടുമ്പോ സ്വർഗ
സ്വർഗനന്മകളാൽ നമ്മെ നിറച്ചിടുവാനുദിനവും ആവനാലയത്തിൽ സ്വർഗനന്മകളാൽ നമ്മെ നിറച്ചിടുവാനുദിനവും യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ. നിർബന്ധമായി കണ്ണുകളെ അടച്ച് രണ്ട് കരങ്ങളെ തലയ്ക്ക് മുകളിൽ നന്നായി ഒന്ന് ഉയർത്തി എല്ലാ പ്രിയപ്പെട്ടവരെ അധരങ്ങളെ തുറന്ന ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്. എല്ലാവരും അധരങ്ങളെ തുറന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കുന്ന സ്വരം നിങ്ങൾ തന്നെ കേൾക്കണം. അവണ്ണം അധരങ്ങളെ തുറന്ന് എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ തന്നെ കേൾക്കണം. ദൈവം സ്തുതികളുടെ മധ്യത്തിൽ അധിവസിക്കുന്നവനാണ്. നാളെ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വന്നതല്ല, അങ്ങ് ഞങ്ങളെ കൂട്ടിച്ചേർത്തതാണ്. ഞങ്ങൾ ജീവിതത്തിൽ നിന്നതല്ല, അങ്ങ് ഞങ്ങളെ നിർത്തിയതാണ്. ഞങ്ങൾ ഇത്രത്തോളം ആയതല്ല, അങ്ങ് ഞങ്ങളെ ആക്കിയതാണ്. അങ്ങയുടെ കൃപയ്ക്കും കരുണയ്ക്കും കാവലിനും കരുതലിനുമായി നന്ദിയോടെ ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ശക്തമേറിയ സാന്നിധ്യം, ശബ്ദം, വിടുതൽ ഒരിക്കൽ കൂടെ നിന്റെ ജനത്തിന്മേൽ വ്യാപരിക്കപ്പെടട്ടെ. ആത്മീയ ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന പ്രത്യക്ഷവും പരോക്ഷമായ സകല ഉപരോധങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ വ്യർത്ഥ പാരമ്പര്യങ്ങളെ, എല്ലാ മതത്തിന്റെ ആരവാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഫലിക്കുന്നു. ഇന്ന് രാത്രി ദുഷ്ടൻ കെട്ടിയത് സകലതും അഴിഞ്ഞു മാറട്ടെ. വചനത്തിൻ വാതിൽ അവിടുന്ന് ഞങ്ങൾക്കായി തുറക്കും. അവിടെ ഞങ്ങളോട് സംസാരിക്കും. അവിടെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിന്റെ വിലയേറെ നാമത്തിൽ തന്നെ എല്ലാവരും ശക്തിയോടെ ആമേൻ പറഞ്ഞാട്ടെ. നാം നിൽക്കുമ്പോൾ തന്നെ യോഹന്നാൻ സുവിശേഷം 19 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. യോഹന്നാൻ സുവിശേഷം 19 അധ്യായം, യോഹന്നാൻ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ശബ്ദം ഉയർത്തി വായിക്കാം. യോഹന്നാൻ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ശബ്ദമുയർത്തി നമുക്ക് വായിക്കാം. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസെഫ് എന്ന യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പിലാത്തോസ് അനുവദിക്കയാൽ അവൻ വന്ന് അവൻ്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ നിക്കോദീമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിൻ്റെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരും വച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപം ആകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വച്ചു. നാം ഇന്ന് രാത്രി ചിന്തിക്കുന്ന വിഷയം 39 വാക്യത്തിൽ മറഞ്ഞു കിടക്കുന്നു. അനന്തരം യഹൂദന്മാരെ പേടിച്ച് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസെഫ്. എല്ലാവരും പറഞ്ഞാട്ടെ, എന്തോ ശിഷ്യൻ? രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യൻ. 39 വാക്യത്തിലും ആദ്യം രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന നിക്കോദീമോസ്. നാം ഇന്ന് രാത്രി കേൾക്കുന്ന ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്: ദ സീക്രട്ട് ഡിസൈപ്പിൾസ്, രഹസ്യ ശിഷ്യന്മാർ. എന്തോ ശിഷ്യന്മാർ പറഞ്ഞേ? ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി വീട്ടിൽ പറയുന്ന പോലെ കുറച്ചുകൂടെ ഓളയത്തിൽ. യെസ്, ഹല്ലേലൂയ. രഹസ്യ ശിഷ്യന്മാർ. ദയവായിരുന്നാട്ടെ.
ഇന്നലെ രാത്രി നാം പ്രിയ ശിഷ്യനെക്കുറിച്ച് കേൾക്കുകയുണ്ടായി. ഇന്ന് രാത്രി രഹസ്യ ശിഷ്യന്മാരെ കുറിച്ച് കേൾക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ പരസ്യ ശിഷ്യന്മാരായി അപ്പോസ്തലന്മാരായി 12 പേരുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ 12 ഗോത്രപിതാക്കന്മാർ, പുതിയ നിയമത്തിൽ 12 അപ്പോസ്തലന്മാർ. എന്നാൽ അവർ പെർഫെക്റ്റായ ആൾക്കാരാണോ? അല്ല. യേശു കർത്താവ് കൊണ്ട് നടന്നതായ 12 ശിഷ്യന്മാർ പ്രശ്നക്കാരായിരുന്നു, ഒന്നല്ലെങ്കിൽ വേറൊരു ക്രമത്തിൽ. മറുരൂപമാലിക്കൽ നിന്ന് യേശു കർത്താവ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ തമ്മിൽ വാദിക്കുന്നതായ ശിഷ്യന്മാർ. വാദം നല്ലതല്ല. അവർ തർക്കിക്കുന്നവരാണ്. തർക്കം നല്ലതല്ല. വാദവും തർക്കത്തിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാൻ പൗലോസ് തീമോഥെയോസിനോട് ആലോചന പറയുന്നു. വാദങ്ങളും തർക്കങ്ങളും നിങ്ങളുള്ള ദൈവകൃപയെ കൊല്ലുന്നതാണ്. അവർ വാദിക്കുന്നവരായിരുന്നു ഈ ശിഷ്യന്മാർ. അവർ തർക്കിക്കുന്നവരായിരുന്നു ഈ ശിഷ്യന്മാർ. തങ്ങളിൽ ആരാണ് വലിയവർ, വലിയ അണ്ണൻ ആരാണ് എന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. എങ്ങനെ കർത്താവിനെ വലിയവനാക്കും എന്നല്ല, എങ്ങനെ എനിക്ക് വലിയവനാകാം എന്ന് പറയുന്നതായ ഒരു ചിന്താഗതി ഈ ശിഷ്യന്മാരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, നല്ല കസേരക്കളി ഇവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിരുന്നാൽ മതി, ആരും കൈ ഉയർത്തണ്ട. സ്തോത്രം. നല്ല കസേരക്കളി. ഒരുത്തൻ എൻ്റെ വലതും വേറൊരാളെൻ്റെ ഇടതും ഇരിക്കണമെന്ന് പറഞ്ഞ് മുഖ്യ സ്ഥലത്തിന് വേണ്ടി നല്ല കാലുവരിയൊക്കെ ഇവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ വാദിക്കുന്നവർ, തർക്കിക്കുന്നവർ, വലിയേട്ടൻ മനോഭാവമുള്ളവർ, സ്പെഷ്യൽ സ്ഥലത്തിന് വേണ്ടി, സ്പെഷ്യൽ സീറ്റിന് വേണ്ടി നിൽക്കുന്ന പ്രശ്നക്കാർ. അവിടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് യൂദ. ഞാനാണെങ്കിൽ യൂദയെ തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു കേട്ടോ. ഞാനായിരുന്നെങ്കിൽ യൂദയെ കൊണ്ടു കിടക്കത്തില്ലായിരുന്നു. ഞാനവനെ സസ്പെൻഷൻ അല്ല, ഡിസ്മിസ് ചെയ്ത് പുള്ളി എന്നെ പുറത്താക്കുമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, നമ്മുടെ വിളിയുടെ പാക്കേജിൽ കർത്താവ് എനിക്ക് നിങ്ങൾക്കും ഓരോ യൂദമാരെ തന്നിട്ടുണ്ട്. നമ്മൾ നിഗളിച്ചു പോകാതിരിപ്പാൻ. ആ ജഡത്തിൽ ശൂലമില്ലായിരുന്നെങ്കിൽ നമ്മൾ 2 ലൂസിഫർ ആയേനെ. നമ്മൾ ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ഒരു യൂദയെ ദൈവം തന്നിട്ടുണ്ട്. എന്തിനാ കർത്താവേ ഈ സമ്പ്രദായത്തെ നീ എൻ്റെ ജീവിതത്തിൽ തന്നെന്ന് ചോദിച്ചാൽ, മക്കളെ, അതുണ്ടെങ്കിൽ മാത്രമേ നീ ലക്ഷ്യത്തിലെത്തത്തുള്ളൂ. ഒരു യൂദ ഉണ്ടെങ്കിൽ മാത്രമേ നീ കാണിച്ചു കൊടുക്കപ്പെടത്തുള്ളൂ. കാണിച്ചു കൊടുത്താൽ മാത്രമേ നിനക്ക് അറസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റത്തുള്ളൂ. അറസ്റ്റ് ചെയ്താൽ മാത്രമേ നിനക്ക് തകർക്കപ്പെടാൻ പറ്റത്തുള്ളൂ. തകർക്കപ്പെട്ട ശേഷം നീ ക്രൂശിക്കത്തുള്ളൂ. ക്രൂശിക്കപ്പെട്ടാൽ മാത്രമേ നീ അടക്കപ്പെട്ട് അതിനുശേഷം നീ ഉയർക്കപ്പെടത്തുള്ളൂ. സകല നാമത്തിന് മേലായ നാമം അവന് പ്രാപിപ്പാൻ തക്കോണം കഴിയത്തുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, കഷായം ഇഷ്ടമില്ലെങ്കിലും അത് നന്മയ്ക്കായി കൂടി പിന്നത്തേതിൽ വ്യാപരിക്കുന്നു എന്നതുപോലെ 12 പ്രശ്നങ്ങളുള്ളതായ പരസ്യ ശിഷ്യന്മാർ. അവർക്ക് സ്ഥാനം വേണം, മാനം വേണം, പേര് വേണം, പ്രസിദ്ധി വേണം, എല്ലാവരും അവരെ അറിയണം, പണം വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പരസ്യ ശിഷ്യന്മാർ. ഈ കോവിഡ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ സഭ നന്നാകുമെന്ന്. പക്ഷേ സ്തോത്രം, കോവിഡ് കഴിഞ്ഞപ്പോൾ നേരത്തെ ഉണ്ടായതിനേക്കാൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു പലരും താഴെ പോയി എന്ന ദുഃഖത്തോടെ ഞാൻ പറയട്ടെ. ഞാൻ ആരെയും വിമർശിക്കാൻ ആളല്ല, ആരെയും കുറ്റം പറയത്തില്ല. ഞാൻ ആരെയും സ്തോത്രം തരം താഴ്ത്താനൊന്നും ദൈവം എന്നെ വിളിച്ചിട്ടില്ല. സ്തോത്രം. നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കാൻ നേരമില്ല. അപ്പോൾ പിന്നെ സ്തോത്രം മറ്റുള്ളവരുടെ കാര്യം എന്താ പറയുന്നത്? പറഞ്ഞു വരുന്നത് പരസ്യ ശിഷ്യന്മാർ പലപ്പോഴും ഇംപെർഫെക്റ്റ് ആയപ്പോൾ, കുഴപ്പക്കാരായപ്പോൾ, പരസ്യ ശിഷ്യന്മാർ കർത്താവ് വിളിച്ചതായ വിളിയിലും തിരഞ്ഞെടുപ്പിൽ നിന്നും മാറിപ്പോയപ്പോൾ യേശുവിന് 2 രഹസ്യ ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് തിരുവചനം പറയുന്നു. ഇന്ന് രാത്രി ഒരു പ്രവചന ദൂത ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ, നിങ്ങളുടെ മക്കളുടെ ആവശ്യത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷ ആവശ്യങ്ങളിൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ, മുഖം തിരിക്കുമ്പോൾ, നിങ്ങളിതുവരെ ചിന്തിക്കാത്ത വ്യക്തികളെ, ചിന്തിക്കാത്ത കരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നവനാണ് ദൈവം. കരീത് തോട്ടിലെ വെള്ളം വറ്റും കാക്കയുടെ വരവ് നിന്നും. എന്നാൽ സ്തോത്രം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത സരഫാത്തിൽ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും തുറന്ന് പിൻപിൽ 1 അടയുമ്പോൾ മുൻപിൽ 2 തുറന്ന് അത്ഭുതകരമായി മുന്നിലേക്ക് നടത്തുന്നവനാണ് കർത്താവ്. സന്തോഷമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി അനുഭവമുള്ളവരെല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ ശക്തിയോടെ. ഒരിക്കൽ കൂടെ സ്വവേദപുസ്തകം പറയുന്നു, ഇവിടെ ഇതാ രഹസ്യ ശിഷ്യന്മാരായിരിക്കുന്ന 2 പേർ. ഒന്ന് അരിമത്തയിലെ യോസേഫ്, മറ്റൊന്ന് നിക്കോദീമോസ്. പ്രധാനമായി നിക്കോദീമോസിലേക്ക് ഇന്ന് രാത്രി നമ്മുടെ സ്തോത്രം ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ ഗുണം കഴിയുന്നു 2 ശിഷ്യന്മാർ, യോശുവയും കാലേബും
എന്നതുപോലെ, അഹ്റോനും ഹൂരും എന്നതുപോലെ ഇവിടെ ഇതാ 2 ശിഷ്യന്മാർ, ഒരുവൻ 1000-യും ഇരുവർ 10,000-യും പിന്തുടരും എന്ന് മോശയിലൂടെ ദൈവം പ്രവചന ഗീതം പാടിയതുപോലെ 2 പേർ, ഒരു വശത്ത് സ്തോത്രം അരിമത്തയിലെ യോസെഫും, മറ്റൊന്ന് നിക്കോദീമോസും. നിക്കോദീമോസിലേക്ക് നോക്കുമ്പോൾ നിക്കോദീമോസ് രാത്രിയിൽ വന്നു എന്നാണ് തിരുവചനം പറയുന്നത്. എന്തുകൊണ്ടാണ് നിക്കോദീമോസ് രാത്രിയിൽ വന്നത്? ഹി വാസ് ആൻ ഓർഡിനറി മാൻ, അവനൊരു സാധാരണ മനുഷ്യനല്ല. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം എന്ന 3 അധ്യായങ്ങളിലാണ് നിക്കോദീമോസിനെ കുറിച്ച് നിങ്ങൾക്ക് തിരുവചനത്തിൽ വായിപ്പാൻ തക്കോണം കഴിയുന്നത്. ഞാൻ ആവർത്തിക്കട്ടെ. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ, യോഹന്നാൻ സുവിശേഷത്തിൻ്റെ മധ്യത്തിൽ, യോഹന്നാൻ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ, ഇങ്ങനെ 3 ഭാഗത്താണ് യോഹന്നാനിലൂടെ പരിശുദ്ധാത്മാവ് നിക്കോദീമോസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ദൈവത്തിൻ്റെ ജനമാകുന്നതായ നമുക്ക് നൽകുന്നത്. ആരാണ് നിക്കോദീമോസ്? 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, പരീശന്മാരിൽ ഒരുവനായിരുന്നു നിക്കോദീമോസ്. 3-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പരീശൻ, ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, പരീശൻ. സ്തോത്രം, പരീശൻ. അന്നത്തെ സ്പിരിച്വാലിറ്റിയുടെ, അന്നത്തെ ആത്മീയതയുടെ ചിഹ്നമായിരുന്നു സ്തോത്രം അതേ പരീശൻ. പ്രത്യേകിച്ച് പരീശ വേഷമൊക്കെ ധരിച്ച് ഒരാൾ സ്തോത്രം റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവൻ്റെ വേഷം കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലാകും അവൻ പരീശനാണ്. പക്ഷേ ഈ പരീശന് വേഷം മാത്രമേ ഉള്ളൂ, അവന് ശക്തിയൊന്നുമില്ല. എന്നാൽ യേശു കർത്താവ് വേഷം കെട്ടുന്നതല്ല ആത്മീയമെന്ന് പഠിപ്പിച്ചു. സ്തോത്രം. കാരണം നാടകമല്ല ആത്മീയ ജീവിതം, നാടകത്തിനാണ് വേഷം കെട്ടുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്, ദൈവരാജ്യമെന്ന് പറയുന്നത് അത് വേഷം കെട്ടിലല്ല, അത് ശക്തിയിലാണ് ദൈവത്തിൻ്റെ കൃപയാൽ വെളിപ്പെടുന്നത്. എന്നാൽ പരീശൻ അവനൊരു സ്പിരിച്വൽ ഐക്കോൺ, അവൻ ആത്മീയ ഒരു അടയാളമാണ്. മാത്രമല്ല റോഡിലൂടെ അവൻ നടന്നു പോകുമ്പോൾ എല്ലാവരും അവനെ വന്ദനം ചെയ്യും. വന്ദനം ചെയ്തില്ലെങ്കിൽ അവന് കുണ്ഠിതമാണ്. അവൻ എന്നെ മാനിച്ചില്ല, മറ്റയാൾ എന്നെ സലാം പറഞ്ഞില്ല, അയാൾ എന്നെ മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞ് അവന് വല്ലാതെ കൊള്ളും. സ്തോത്രം. അങ്ങാടിയിൽ അവന് വന്ദനമുണ്ട്. കല്യാണ വേദികളിൽ, ശവകടക്കിന്, ബർത്ത്ഡേ പാർട്ടിക്ക് ഒക്കെ താൻ കടന്നുപോയാൽ പരീശനൊരു ആത്മീയനെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിച്ചത് കൊണ്ട് അവനൊരു മുഖ്യാസനം നൽകിയിരിക്കും. അവനൊരു മുഖ്യാസനം കൊടുക്കും. ജീരകത്തിന് വരെ ഈ പുള്ളി ഭയങ്കരമായി ദശാംശം കൊടുക്കും. അപ്പോൾ സ്തോത്രം ആത്മീയതയുടെ അങ്ങേയറ്റമാണ് ജീരകത്തിന് വരെ ദശാംശം കൊടുക്കുന്നവൻ. മാത്രമല്ല തിരുവചനം പറയുന്നു, ഡെയിലി 3 നേരം അവൻ പ്രാർത്ഥിക്കും. ഡെയിലി 3 നേരം അവൻ പ്രാർത്ഥിക്കും. ഒരാഴ്ചയിൽ 2 നേരം ഉപവസിക്കും. നമ്മളെപ്പോലെ തന്നെ ആഴ്ചയിൽ 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. ഇന്ന് ഉപവാസമാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, അല്ലെങ്കിൽ നാളെ ഞായറാഴ്ചയാണ്, ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്നതുപോലെ 2 നേരം ഉപവസിക്കും. വേഷം കണ്ടാലേ അറിയാം, ഫുൾ സ്ലീവ് ഷർട്ടും മീശയില്ലാത്ത പരുവവും ഒക്കെ കാണുമ്പോൾ അറിയാം ഏതോ മീറ്റിങ്ങിന് വേണ്ടി പോകുന്നതായ ഉപദേശിയാണ്. വേഷത്തിനൊന്നും ഒരു കുറവുമില്ല. ജീരകത്തിന് വരെ ദശാംശം കൊടുക്കും. ദശാംശം കൊടുത്തവർ മാത്രം കരങ്ങളൊന്നും ഉയർത്തിയാട്ടെ. കമാണ്. ഇവിടെ ദേശാംശം ഇല്ലയോ എൻ്റെ കർത്താവ്? ഇവിടെ ദേശാംശം ഇല്ലയോ? അപ്പോൾ സ്തോത്രം. അതെ, ഇവിടെ ദേശാംശം. സോ അങ്ങനെയാണെങ്കിൽ തിരുവചനത്തിൻ്റെ ഉപദേശമാണ് ദേശാംശം. അത് വേറൊരു പ്രസംഗമാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ പ്രസംഗിക്കാം. എല്ലാം പ്രസംഗിച്ചാലും സാർ എന്നെ വിളിക്കത്തില്ലല്ലോ അടുത്ത പ്രാവശ്യം. സ്തോത്രം. അപ്പോൾ നോക്കണമേ, വേഷം കൊണ്ട് അറിയപ്പെടുന്നവനാണ് പരീശൻ. ഇവനൊരു പരീശനാണ്. യേശുവിൻ്റെ കാലത്ത് യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ 5000-ത്തിലധികം പരീശന്മാരാണ് യെരുശലേം പ്രദേശത്തുണ്ടായിരുന്നത്. ആ 5000-ത്തിലധികം പരീശന്മാരിൽ ഒരുവനായിരുന്നു ഈ നിക്കോദീമോസ്. മാത്രമല്ല യഹൂദന്മാരുടെ റൂളർ ഓഫ് ജ്യൂസ്, യഹൂദന്മാരുടെ ഒരു സ്തോത്രം അധികാരി എന്ന് നിങ്ങൾക്ക് അവിടെ കാണുവാൻ ഗുണം കഴിയും. അതിനർത്ഥം എന്ന് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ തിരുവചനം പറയുന്നു, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണി എന്നാണ് പറയുന്നത്. എല്ലാവരും പറഞ്ഞാട്ടെ, പ്രമാണി. ഒന്നാമത് പരീശനാണ്, രണ്ടാമത് അവൻ പ്രമാണിയാണ്. എന്താണ് പ്രമാണി എന്ന് പറഞ്ഞാൽ, അന്ന് അവിടെ അവർക്കൊരു സുപ്രീം കോടതി ഉണ്ടായിരുന്നു. ആ കോടതിയുടെ പേരാണ് സെൻഹദ്രീൻ. കേട്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. സെൻഹദ്രീൻ എന്ന് കേട്ടിട്ടുള്ളവർ. സെൻഹദ്രീൻ എന്ന് പറയുന്നതായ 71 പേർ അടങ്ങുന്നതായ ഒരു കോടതി. ആ കോടതിയാണ് യേശു കർത്താവിനെ ക്രൂശിപ്പാൻ വേണ്ടി വിധിച്ച് ഏൽപ്പിക്കപ്പെട്ടത്. ആ കോടതിയാണ് സ്തോത്രം സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി വിധിന്യായം നടത്തിയത്. കയ്യഫാവെന്ന മഹാപുരോഹിതനാണ് അതിൻ്റെ ചെയർപേഴ്സൺ. എല്ലാ തലമുറകളിലും എല്ലാ കാലഘട്ടങ്ങളിലും മഹാപുരോഹിതനാണ് അതിൻ്റെ സ്തോത്രം അധ്യക്ഷൻ. അതിൻ്റെ പേര് സ്തോത്രം സെൻഹദ്രീൻ എന്നാണ്. അങ്ങനെ ആ സെൻഹദ്രീൻ എന്നറിയപ്പെടുന്ന 71 പേരുടെ ആ അധികാരികളുടെ സ്തോത്രം അതേ പ്രമാണിമാരുടെ ഇടയിലുള്ളതായി ഒരു പ്രമാണിയായിരുന്നു ഈ നിക്കോദീമോസ്. തൽമൂദ് ഇങ്ങനെ പറയുന്നു, ചരിത്രം പറയുന്നു, യെരുശലേം പ്രദേശത്തെ പലസ്തീൻ
പാലസ്തീൻ ദേശത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സ്തോത്രം ധനികനായിരുന്നു ഈ നിക്കോദിമസ്. ബൈബിളിലില്ല, തൽമൂദ് ചരിത്രം പറയുകയാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു നിക്കോദിമസ്. ഇവൻ സ്തോത്രം ദേവാലയത്തിൽ നിന്ന് വന്ന പ്രമാണിയാണ്. ഇവൻ വലിയ ഒരു അധികാരിയാണ്. മാത്രമല്ല ഇവൻ വലിയ ധനികനാണ്. തുടർന്ന് നിങ്ങൾ വായിച്ചു വരുമ്പോൾ യേശു കർത്താവ് നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ എന്ന 3-ാം അധ്യായത്തിൽ അതേ സ്തോത്രം നിക്കോദിമോസിനോട് ചോദിക്കുന്നു. യഹൂദന്മാരുടെ ഒരു അധ്യാപകനായിരുന്നു ഇവൻ. നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് അവന് അവിടുത്തെ പ്രധാന പ്രാസംഗികന്മാരിൽ ഒരുവനായിരുന്നു. അവൻ അവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകരിൽ, വചനം പഠിപ്പിക്കുന്ന അധ്യാപകരിൽ ഒരുവനായിരുന്നു ഈ സ്തോത്രം നിക്കോദിമോസ്. കാരണം എന്ത്, ബൈബിളിലില്ല, ചരിത്രം പറയുന്നു പൗലോസ് അപ്പോസ്തലൻ പോലും ഗമാലിയൻ്റെ പാദപീഠത്തിലിരുന്നാണ് പഠിച്ചത്. അന്ന് ഗമാലിയൻ്റെ പാദപീഠം എന്ന് പറയുന്നത് ഇന്നത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലെ കേംബ്രിഡ്ജ് പോലെ പ്രധാനപ്പെട്ടതായ പാഠശാലയാണ്. സോ അങ്ങനെ ആ വലിയ മനുഷ്യനാകുന്ന വലിയ ജ്ഞാനിയാകുന്ന ഗമാലിയൻ്റെ വീട്ടിൽ പാർത്ത് പഠിച്ചവനായിരുന്നു നിക്കോദിമസ് എന്നാണ് ചരിത്രം പറയുന്നത്. സോ വലിയ വിദ്യാഭ്യാസം, വലിയ സ്വാധീനം, വലിയ അധികാരം, വലിയ ധനം, വലിയ ആത്മീയ ഔന്നത്യത്തിൽ നിന്നാണ് ഈ പുള്ളി വരുന്നത്. എന്നെ കേൾക്കുന്ന നെയ്യാറ്റിൻകരയിലെ ദൈവജനമേ, എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഉന്നത അനുഭവത്തിലിരുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നത്? ഞാൻ പറയട്ടെ, ഇരുമ്പ് കാന്തത്തെ ആകർഷിക്കുന്നത് പോലെ ഏതവനെയും തൻ്റെ പാദപീഠത്തിൽ ആകർഷിപ്പാൻ ഇന്ന് രാത്രിയിലും കർത്താവിന് കഴിവുണ്ട്. ആരെയും സഭയിൽ കൊണ്ടുവരുവാൻ കർത്താവിന് കഴിവുണ്ട്. ആരെയും ദൈവത്തിൻ്റെ രക്ഷിക്കാം. സ്തോത്രം. യേശു ആരാലും സ്വാധീനിക്കപ്പെടുന്നില്ല. യേശു ഒന്നിനാലും സ്വാധീനിക്കപ്പെടുന്നില്ല. ഒരിക്കൽ കൂടെ, യേശു ആരാലും സ്വാധീനിക്കപ്പെടുന്നില്ല. യേശു ഒന്നിനാലും സ്വാധീനിക്കപ്പെടുന്നില്ല. കുറച്ച് കോടിക്കണക്കിന് രൂപയുടെ നോട്ട് കെട്ടുവെച്ചത് കൊണ്ട് യേശു കർത്താവ് സ്വാധീനിക്കപ്പെടത്തില്ല. സൗന്ദര്യമാകട്ടെ, അധികാരങ്ങളാകട്ടെ, ഒന്നും യേശുവിനെ സ്വാധീനിക്കത്തില്ല. എന്നാൽ സ്തോത്രം, കുടിൽ തുടങ്ങി കൊട്ടാരത്തിൽ വരെ ഇരിക്കുന്ന ഏതവനെയും ഇന്ന് രാത്രിയിലും തേജസ്സിന്റെ സുവിശേഷത്തിൽ സ്വാധീനിപ്പാൻ യേശു കർത്താവിന് കഴിയും. ആരെയും രക്ഷിപ്പാൻ തക്കോണം കർത്താവിന് കഴിയും. സ്തോത്രം. അതിൻ്റെ തൊട്ട് മുൻപിലത്തെ അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു, യെരൂശലേം പട്ടണത്തിൽ യേശു കർത്താവ് കടന്നു വന്നു. അവിടെ ഇതാ യേശു വചനം പറഞ്ഞു. യേശുവിലൂടെ ശക്തി വ്യാപരിച്ചു. യേശു കർത്താവിലൂടെ അടയാളങ്ങൾ സംഭവിച്ചു. സ്തോത്രം. അത് യേശു വചനം പറഞ്ഞത് പരീശന്മാർ പറയുന്നത് പോലെയല്ല പറയുന്നത്. ഈ നിക്കോദിമോസോ ഗമാലിയലോ പറഞ്ഞതുപോലെയല്ല യേശു വചനം പറയുന്നത്. സ്തോത്രം. പരീശൻ വചനം പറഞ്ഞാൽ മൂക്കത്തിരിക്കുന്ന ഈച്ച പോലും പറക്കത്തില്ല. പക്ഷെ യേശു വചനം പറയുമ്പോൾ ഒരിക്കലും വൃഥാവായി ആ വചനം മടങ്ങി വരുന്നില്ല. ഇന്ന് രാത്രിയിലും അത് അയച്ച കാര്യത്തെ നിവർത്തിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. അതേ കാന്തേശ് മരുവിനെ നടക്കുന്ന, വനങ്ങളെ തോരൊരുപ്പിക്കുമാറാക്കുന്ന, മാൻകുട്ടികളെ പ്രസവിക്കുമാറാക്കുന്ന കർത്താവിൻ്റെ വചനം ഒരു നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ശക്തമായ നദി പോലെ ദൈവത്തിൻ്റെ വചനം യേശുവിലൂടെ വ്യാപരിച്ചപ്പോൾ സ്തോത്രം, അതേ ജനം അതിശയിക്കുകയുണ്ടായി. അവരിലൂടെ അത്ഭുതങ്ങൾ നടക്കുകയാണ്. യേശു മനസ്സലിഞ്ഞ് കുഷ്ഠരോഗിയെ തൊടുന്നു. കുഷ്ഠം യേശുവിൻ്റെ മേൽ വരുന്നില്ല, പക്ഷേ പകരം യേശുവിൽ നിന്ന് ശക്തി കുഷ്ഠരോഗിയിലേക്ക് വ്യാപരിച്ച് ആ കുഷ്ഠരോഗി ശുദ്ധമാകുന്നു. നിങ്ങൾ ആരും സ്തോത്രം പറഞ്ഞിട്ട് അവർക്ക് കൂടെ പറയട്ടെ. യേശു കർത്താവ് മനസ്സലിഞ്ഞ് കുഷ്ഠരോഗിയെ തൊടുന്നു. കുഷ്ഠരോഗിയെ യേശു തൊട്ടപ്പോൾ സ്തോത്രം, യേശുവിൽ നിന്ന് ശക്തി കുഷ്ഠരോഗിയിലേക്ക് വ്യാപരിച്ച് ആ കുഷ്ഠരോഗി അത്ഭുതകരമായി സൗഖ്യമായി. യെരൂശലേം പട്ടണത്തിലെങ്ങും കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടപ്പോൾ പട്ടണം ഇളകി. യേശു എവിടെയാണ് ഉള്ളത് അവിടെ അത്ഭുതമുണ്ട്. യേശു എവിടെയാണ് ഉള്ളത് അവിടെ രോഗശാന്തിയുണ്ട്. യേശു എവിടെയാണ് ഉള്ളത് അവിടെ ദൈവശക്തി വ്യാപരിക്കും. ഇല്ലാതെ 5 പോയിന്റ് 7 പോയിന്റ് തള്ളുന്ന വചനം മാത്രം പറയുന്നെങ്കിൽ അത് ചർച്ചല്ല, അത് കൾട്ടാണ്. കൾട്ടിലല്ല നീ പോകേണ്ടത്. സഭ എവിടെയാണ് ഉള്ളത്? സഭയ്ക്ക് ഒരു വശത്ത് വചനത്തിൻ്റെ ശക്തിയുണ്ട്, മറുവശത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല. ഒരിക്കൽ കൂടെ, സഭയാണോ ഒരു പക്ഷിയുടെ 2 ചിറകെന്നതുപോലെ, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ എന്നതുപോലെ സഭയ്ക്ക് ഒരു വശത്ത് സ്തോത്രം വചനത്തിൻ്റെ ശക്തിയുണ്ട്, മറുവശത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. അർത്ഥം, ഒരു വശത്ത് the word of God and the deed of God, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. കാരണം അവൻ ആലോചനയിൽ വലിയവനാണ്, മറുവശത്ത് അവൻ പ്രവർത്തിയിൽ ശക്തിമാനാണ്. ഇന്ന് രാത്രിയിൽ അവൻ ആലോചനയിൽ വലിയവൻ, മറുവശത്ത് അവൻ പ്രവർത്തിയിൽ ശക്തി.
ശക്തിമാൻ. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യെരൂശലേമിൽ യേശു കർത്താവ് കടന്നുവന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവവചനം പറഞ്ഞ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അങ്ങ് ആ ദേവാലയത്തിൻ്റെ അത്യുന്നതങ്ങളിൽ ഇരുന്നതായ നിക്കോദീമോസിൻ്റെ പോലും മുട്ടാടിപ്പോയി. അവനതാ രാത്രിയിൽ കടന്നു വരികയാണ്. പകൽ വരാൻ അച്ചാച്ചൻ അല്പം അണ്ണൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം അവൻ്റെ പദവി വലുതാണ്, അവൻ്റെ ധനം വലുതാണ്, അവൻ്റെ പാരമ്പര്യം വലുതാണ്. മറ്റുള്ളവരെ കണ്ടാൽ എന്തോ വിചാരിക്കും. അതുകൊണ്ടാണ് ചിലരെല്ലാം രാത്രി മാത്രം വരുന്നത്. സ്തോത്രം. നാളത്തെ മീറ്റിങ്ങിന് പകൽ വരത്തില്ല, അവർ രാത്രി മാത്രമേ വരത്തുള്ളൂ. കാരണം തൊഴിക്കൽ അവിടെ സ്ഥാനം വലുതാണ്. നെയ്യാറ്റിക്കര പ്രദേശത്ത് മറ്റേ അപ്പൂപ്പൻ്റെ കൊച്ചുമോനാണ്. അവർ വരത്തില്ല, അവരുടെ കുടുംബം വലുതാണ്, അവർ വരത്തില്ല. അതുകൊണ്ട് രാത്രിയിൽ ഇതാ തലയിലൂടെ മുണ്ടുമിട്ട് അതേ നിലാവിൻ്റെ വെട്ടത്തിൽ വരികയാണ്. സൂര്യൻ്റെ വെട്ടത്തിൽ വരത്തില്ല, നിലാവിൻ്റെ വെട്ടത്ത് അവൻ രാത്രിയിൽ വരികയാണ്. നിക്കോദീമോസ് എന്ന പരീശൻ, അവനിതാ സ്തോത്രം വലിയ ധനികനാണ്. അവൻ വലിയ സന്നിഹതനിയൻ സംഘത്തിൻ്റെ അധികാരിയാണ്. ഈ ലോകപ്രകാരം അവനെല്ലാം ഉണ്ട്. അവൻ വന്നത് ദേവാലയത്തിൽ നിന്നാണ്, ചന്ദ്രൻ്റെ പ്രകാശത്തിൽ വന്നത്. അർത്ഥം രാത്രിയിൽ വന്നത്. രാത്രിയിൽ അവൻ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതായ നിക്കോദീമോസ് ചന്ദ്രൻ്റെ പ്രകാശത്തിൽ രാത്രിയിൽ വന്നു. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ യേശുവിൻ്റെ അടുത്തേക്ക് അല്പം കൂടെ ചേർന്നിരുന്നേനെ. കാരണം എനിക്ക് തോന്നി ഇപ്പോഴായിരിക്കും യേശു ഏറ്റവും വലിയ ദൂത് പറവാൻ വേണ്ടി പോകുന്നത്. കാരണം അവൻ വന്നത് ദേവാലയത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് സ്തോത്രം പറയാം കേട്ടോ. നിങ്ങൾ ഇത്രയും സൗന്ദര്യമുള്ള നല്ല പിള്ളേരെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. റിയലി ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നോക്ക്, ഈ മനുഷ്യൻ, ഈ ദൈവദാസൻ, ഇദ്ദേഹത്തോട് ഞങ്ങൾ ഒരുമിച്ച് SCM ഒരുമിച്ച് കീബോർഡ് വായിച്ച്, ഞാൻ കീബോർഡ് വായിച്ച്, ഈ മനുഷ്യൻ സ്തോത്രം അതേ കോങ്കോ വായിച്ച് നടന്നതാണ്. എൻ്റെ എല്ലാ കുസൃതിയും ആ മനുഷ്യനറിയാം. ഇപ്പോൾ ചോദിക്കല്ലേ, മീറ്റിങ്ങിന് ശേഷം ചോദിച്ചാട്ടെ. ഞങ്ങൾ സമകാലികരാണ്. ഞങ്ങളെ അങ്ങനെ നോക്കല്ലേ, ഞങ്ങൾക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല, അങ്ങനെയൊന്നും നോക്കല്ലേ. സ്തോത്രം. നോക്കിയേ, അപ്പോൾ എൻ്റെ നാട്ടുകാരാണ് നിങ്ങൾ, എന്നെ അറിയാവുന്നുള്ള എല്ലാവരും ഉണ്ട്. സ്തോത്രം. നോക്ക്, അവൻ വന്നത് ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നാണ് ഈ നിക്കോദീമോസ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും വലിയ ഒരു ദൂതായിരിക്കും യേശു കർത്താവ് ദേവാലയത്തിൽ വന്നവനോട് പറയാൻ വേണ്ടി പോകുന്നത്. വലിയ PhD പഠിക്കുന്നതായ, വലിയ കടിച്ചാൽ പൊട്ടാത്ത എന്തോ വലിയ മർമ്മം, എന്തോ വലിയ രഹസ്യം, എന്തോ വലിയ ആഴമായ സത്യം. ചില പ്രാസംഗികർ പറയത്തില്ല, ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുന്നോ. നമുക്ക് നേരെയല്ല, 9:30 ആകുമ്പോഴും കയറി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. നോക്ക്, സ്തോത്രം. എന്തോ വലുതായിരിക്കും കർത്താവ് നിക്കോദീമോസിനോട് പൊട്ടിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്. വലിയ എന്തോ കാര്യം പറയുന്നു. പക്ഷേ കർത്താവ് കർത്താവിനോട് പറഞ്ഞത് സ്തോത്രം, A for apple, B for ball, C for cat and D for doll എന്ന് പറയുന്നത് പോലെ കർത്താവ് എലമെൻ്ററി ഗോസ്പൽ, നഴ്സറി സുവിശേഷമാണ് യേശു പറഞ്ഞത്. നീ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല. നിനക്ക് വലിയ പേരുണ്ടായിരിക്കാം, പ്രസിദ്ധി ഉണ്ടായിരിക്കാം, കുടുംബം ഉണ്ടായിരിക്കാം, പാരമ്പര്യം ഉണ്ടായിരിക്കാം. പക്ഷേ കത്തുന്ന നരകത്തിൽ നീ വിറകുവള്ളിയാകാതെ മഹത്വത്തിൻ്റെ സ്വർഗത്തിൽ നീ തല ഉയർത്തണമെങ്കിൽ, നീ ആരാണെങ്കിലും എന്താണെങ്കിലും, നാളെയല്ല, അടുത്ത ക്രിസ്മസിനല്ല, ഇന്ന് രാത്രി നീ വീണ്ടും ജനനം പ്രാപിക്കണം. യേശുവിനെ നീ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. നീ വീണ്ടും ജനനം പ്രാപിച്ചില്ല എങ്കിൽ സ്തോത്രം, നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ തക്കോണം കഴിയത്തില്ല. വീണ്ടും ജനനം പ്രാപിച്ച ആ അനുഭവമുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാണ് നീ വീണ്ടും ജനനം പ്രാപിക്കണം. തൊട്ടടുത്ത അധ്യായത്തിൽ യേശു കർത്താവ് 5 ഭർത്താക്കന്മാരെ വെച്ച് ഇപ്പോൾ 6ാമതായി വേറൊരാളിനെ കൈകാര്യം ചെയ്തിട്ടിരിക്കുന്ന ഒരു ശമര്യക്കാരത്തി കാണുകയാണ്. ആ ചേച്ചിയോടായിരുന്നു നമ്മളായിരുന്നെങ്കിൽ ഈ ദൂത് പറയുന്നത്. ദേവാലയത്തിൽ നിന്ന് വന്നവനോട് നമ്മൾ ആരാധന പറയും, ആ സഹോദരിയോട്, ശമര്യക്കാരത്തിയോട് നമ്മൾ വീണ്ടും ജനനം പറയും. സ്തോത്രം. കാരണം ആലയത്തിൽ നിന്ന് വന്നവനോട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് ആരാധന പറയും. ദേവാലയത്തിൽ നിന്ന് വന്നവനോട് ആരാധന പറയും. മറ്റേ ചേച്ചിയോട്, മറ്റേ സഹോദരിയോട് നമ്മൾ നീ ഗുണപ്പെടണം, നീ ഇതെല്ലാം കളയണം, നീ വീണ്ടും ജനനം പ്രാപിക്കണം എന്നാണ് ആയിരിക്കും നമ്മൾ പറയുന്നത്. ഞാൻ വായിച്ചപ്പോൾ 3ാമത്തെ അധ്യായത്തിൻ്റെ ദൂത് 4ാമത്തെ അധ്യായത്തിലും 4ാം അധ്യായത്തിൻ്റെ ദൂത് 3ാം അധ്യായത്തിലേക്കും അല്ലയോ കർത്താവെ പറയേണ്ടത് എന്ന് സ്തോത്രം എൻ്റെ ബുദ്ധിയിൽ തോന്നിപ്പോയി. നോ, കർത്താവ് ശക്തിമാൻ മാത്രമല്ല, അവൻ ബുദ്ധിമാനും കൂടെയാണ്. ആരോട് എങ്ങനെ ഇടപെടണമെന്ന് ഇന്ന് രാത്രിയിലും യേശുവിന് ആരും ട്യൂഷൻ എടുക്കേണ്ട, കർത്താവിന് വളരെ നന്നായിട്ട് അറിയാം. സ്തോത്രം. ഈ വലിയ ദേവാലയത്തിൽ നിന്ന് കടന്നു വന്ന പാരമ്പര്യക്കാരനും അധികാരിയും സമർത്ഥനും സ്തോത്രം ധനികരമായവനോട് യേശു കർത്താവ് പറഞ്ഞു, സ്തോത്രം, നീ വീണ്ടും ജനനം പ്രാപിക്കണം. നിക്കോദീമോസേ, നിനക്ക് വചനം അറിയാമായിരിക്കാം, നിന്റെ ടീച്ചർ ഗമാലിയലിന് വചനം അറിയാമായിരിക്കാം, പരീശന്മാരെ നിങ്ങൾക്ക് വചനം അറിയാമായിരിക്കാം. എന്നാൽ യേശുവിന് വചനം അറിയാം എന്ന് പറയല്ലേ. പരീശന്മാരെ, നിക്കോദീമോസേ, ഗമാലിയലെ നിങ്ങൾക്ക് വചനം അറിയാമായിരിക്കാം, യേശുവിന് വചനം അറിയാമെന്ന് പറയല്ല. യേശുവാണ് ദൈവവചനം.
വചനം ജഡമായി തീർന്നവനാണ് യേശു. അവൻ 12-ാമത്തെ വയസ്സിൽ ഇതുപോലെ ദേവാലയത്തിൽ ഒരു ദിവസം കടന്നു വന്നു. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ കടന്നു വന്നപ്പോൾ പുറത്ത് നിന്ന് മറ്റ് ചെറുക്കന്മാരെ കൂടെ കൂട്ടിന് വിളിച്ച് കുട്ടിയും കോലും കളിച്ച് 3 ദിവസം കളഞ്ഞു എന്നല്ല തിരുവചനം പറയുന്നത്. 3 ദിവസം അവിടെ ഒറ്റ ഇരിപ്പിനെടുത്ത് അവനങ്ങ് വചനം പറയാൻ തുടങ്ങി. ഓ ഹല്ലേലൂയ, ആർക്കും സന്തോഷമില്ലല്ലോ. കമാൻ ഹല്ലേലൂയ. അവനങ്ങ് വചനം പറയാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു, സ്തോത്രം, ഈ ചെറുക്കന് വചനം ഭയങ്കരമായിട്ട് അറിയാം. നാണോ അവൻ്റെ വചനം അറിയാമെന്ന് പറയല്ലേ, അവനാണ് ദൈവവചനം, അവനാണ് ദൈവവചനം. നിക്കോദീമോസ് അന്തം വിട്ടുപോയി. അവൻ പറയുകയാണ്, സ്തോത്രം, അതെ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ തക്കണം കഴിയത്തില്ല. നിന്റെ പാരമ്പര്യം നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ പഴമ നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ കുടുംബം നിന്നെ രക്ഷിക്കത്തില്ല, അമ്മ മറിയം നിന്നെ രക്ഷിക്കത്തില്ല, വെട്ടുകാട് നിന്നെ രക്ഷിക്കത്തില്ല, വേളാങ്കണ്ണി രക്ഷിക്കത്തില്ല, മെത്രാച്ചന്മാർ രക്ഷിക്കത്തില്ല, നിന്റെ പാസ്റ്റർമാർ നിന്നെ രക്ഷിക്കത്തില്ല, എന്നെ പോലെയുള്ള പ്രാസിംഗർ നിന്നെ രക്ഷിക്കത്തില്ല. ഇവരാരും നിനക്ക് വേണ്ടി മരിച്ചില്ല. എന്നാൽ നിനക്ക് വേണ്ടി മരിച്ചവനും തിരുവചന പ്രകാരം അടക്കം ചെയ്യപ്പെട്ടവനും ഉയർത്തെഴുന്നേറ്റവനും യേശുവാണ്. യേശുവിന് മാത്രമേ, നസ്രേന യേശുവിന് മാത്രമേ നിന്നെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. നീ വീണ്ടും ജനനം പ്രാപിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിലേക്ക് ചെല്ലുവാൻ കഴിയത്തില്ല. 3-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ ആ വചനത്തിൽ, യേശു നിക്കോദിമോസിനോട് സംസാരിക്കുന്ന വചനത്തിൽ 3 പദങ്ങൾ കർത്താവ് പറഞ്ഞു. വെള്ളം, ആത്മാവ്, കാറ്റ്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. സ്തോത്രം. 3 എലമെൻ്റാണ് കർത്താവ് പറഞ്ഞു തന്നത്. 3 പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ 3 വസ്തുക്കൾ യേശു പറഞ്ഞു. വെള്ളം, ആത്മാവ്, കാറ്റ്. എല്ലാവരും പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. വെള്ളം, ആത്മാവ്, കാറ്റ്. അങ്ങനെയല്ല ഈ കമ്മിറ്റിയിലൊക്കെ പറയുന്ന പോലെ നല്ല ആരോഗ്യത്തോടെ പറഞ്ഞോട്ടെ. വെള്ളം, ആത്മാവ്, കാറ്റ്. നിങ്ങളുടെ കമ്മിറ്റി സ്ട്രോങ് ആണല്ലോ. സ്തോത്രം. നോക്ക്, ഒരിക്കൽ കൂടെ. വെള്ളം, ആത്മാവ്, കാറ്റ്. ഒരിക്കൽ കൂടെ. വെള്ളം, ആത്മാവ്, കാറ്റ്. യവൻ വന്നിരിക്കുന്നവനുണ്ടല്ലോ, യവൻ ദൈവവചനം അറിയാവുന്നവനാണ്. അവന് സമാഗമന കൂടാരം അറിയാം, അവന് നെഹെമ്യാവിൻ്റെ മതിൽ പണി അറിയാം, അവന് ശലോമോൻ്റെ ആലയം അറിയാം, അവൻ പൗരോഹിത്യ കൂറുകൾ അവനറിയാം, രാജാക്കന്മാരുടെ ഓർഡറുകൾ അവനറിയാം. സ്തോത്രം. ന്യായാധിപന്മാരുടെ ക്രമം അവനറിയാം. യവന് വചനം അറിയാവുന്നവനല്ല, വചനം അറിയാത്തവനല്ല, വചനം അറിയാവുന്നവനാണ്. വചനം അറിയാവുന്നവനോട് യേശു കർത്താവ് പറഞ്ഞ ദൂതിൽ 3 കാര്യങ്ങളാണുള്ളത്. സ്തോത്രം. വെള്ളം, ആത്മാവ്, കാറ്റ്. ഇത് ഏത് ഭാഗമാണ് കർത്താവേ അങ്ങ് ഈ നിക്കോദീമോസിനോട് പറയുന്നത്? നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവെന്നാണ് യേശു പറഞ്ഞത്. നീ ഇസ്രായേലിൻ്റെ ദ ടീച്ചർ, ഇസ്രായേലിൻ്റെ അധ്യാപകനാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിന്, ഒരു കുടുംബത്തിനല്ല, ഒരു പ്രദേശത്തിനല്ല, ഒരു ഗ്രാമത്തിനല്ല, നീ ഇസ്രായേലിൻ്റെ തന്നെ ഉപദേഷ്ടാവാണ്. നീ ഇസ്രായേലിൻ്റെ തന്നെ ടീച്ചറാണ്. അപ്പോൾ ടീച്ചർമാരുടെ ടീച്ചറാക്കുന്ന കർത്താവേ, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല, അധ്യാപകന്മാരുടെ അധ്യാപകനാകുന്ന കർത്താവേ, ബുദ്ധിമാന്മാരുടെ ബുദ്ധിമാനാകുന്ന യേശുവേ, അങ്ങ് ഏത് വചനമാണ് ഇവന് പറഞ്ഞു കൊടുത്തത്? സ്തോത്രം. വെള്ളം, ആത്മാവ്, കാറ്റ് ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുന്ന ഒരു വേദഭാഗം പഴയ നിയമത്തിലുണ്ട്. അത് എസെക്കിയേൽ 36-37 ആണ്. യേശു കർത്താവ് എസെക്കിയേൽ 36-37 അതേ നിക്കോദീമോസിനോട് പറയുന്നത്. 37 താഴ്വരെ ഒരു അസ്ഥി കുമ്പാരം കിടക്കുകയാണ്. ആത്മീയതയുടെ സ്തോത്രം, ഒരു അസ്ഥി കുമ്പാരം പണ്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പണ്ട് സാറിൻ്റെ കാലത്ത് എന്തോ തിളക്കമായിരുന്നു, പണ്ട് സാറിൻ്റെ കാലത്ത് എന്തോ തീയായിരുന്നു, പണ്ട് അപ്പച്ചന്മാരുടെ കാലത്ത് എന്തോ ജ്വലനമായിരുന്നു, പണ്ട് കാലത്ത് എന്തോ സ്തോത്രം അതേ ചലനമായിരുന്നു. 70കൾ ഉണ്ടായിരുന്നു, 80കൾ ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന സ്പിരിച്വൽ മ്യൂസിയം അല്ല നിനക്ക് വേണ്ടിയത്. 2023 നവംബറിൽ നിനക്കെന്തോ ഉണ്ട്. ഇന്ന് നിനക്ക് പ്രാർത്ഥനയുണ്ടോ? ഇന്ന് നിനക്ക് തീയുണ്ടോ? ഇന്ന് ശുശ്രൂഷയുടെ ജ്വലനമുണ്ടോ? ഇന്ന് ആദ്യ സ്നേഹം നിനക്കുണ്ടോ? സ്തോത്രം. ഇപ്പോൾ ഇതാ താഴ്വരയിൽ അസ്ഥിയായി കിടക്കുകയാണ്. അസ്ഥിയായി കിടക്കുന്ന നിന്നെ വീണ്ടും ഒരു സൈന്യമാക്കി തീർക്കുവാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. ആ അസ്ഥിയായി കിടക്കുന്ന നിന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ഒരു തിരിച്ചുവരവിലേക്ക് കൊണ്ടുവന്ന്, ചതഞ്ഞ ഓടിയെ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, ചതഞ്ഞ ഓടിയെ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വീണ്ടും നിന്നെ ജ്വലിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിക്കോദീമോസേ, വെള്ളത്താലും ആത്മാവിനാലും സ്തോത്രം അതെ നീ വീണ്ടും ജനനം പ്രാപിക്കുന്നുവല്ല. കാറ്റ് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. യേശു കർത്താവുമായി നിക്കോദീമോസിന് ഒരു സംവാദം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എൻകൗണ്ടർ നടക്കുകയാണ്, ഒരു സ്തോത്രം അഭിമുഖം നടക്കുകയാണ്. ദൈവത്തിൻ്റെ പുത്രനുമായി ഒരു അഭിമുഖം. ഈ ദിവസം ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ കാണേണ്ട ഒരു വ്യക്തിയുണ്ട്. അത് പിണറായി വിജയനല്ല, പ്രധാനമന്ത്രിയല്ല, വേറെ ഏതെങ്കിലും ഗവർണറല്ല, വേറെ ഏതെങ്കിലും തന്ത്രിയോ മന്ത്രിയല്ല.
പകരം നിനക്കൊരു അഭിമുഖം ഈ ദിവസങ്ങൾ ഉണ്ടാകണം. നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടാകണം. യേസങ്ങളെ നിങ്ങളെങ്കിലും കൈയടിച്ചല്ലോ, അതിനായി സ്തോത്രം. അതെ, നിനക്കൊരു എൻകൗണ്ടർ ഈ ദിവസം ഉണ്ടാകണം. നിനക്കും എനിക്കും ഈ ദിവസങ്ങളിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാകണം. ഈ മീറ്റിങ്ങിൻ്റെ 2ാമത്തെ ദിവസം ദൈവകൃപയാൽ ഞാൻ വിളിച്ചു പറയുന്നു, നമുക്കൊരു എൻകൗണ്ടർ ആവശ്യം. കാണേണ്ട ഒരുവനെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. കേൾക്കേണ്ട ഒരുവനിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. സർവശക്തനായ ദൈവമായി നമുക്കൊരു എൻകൗണ്ടർ ആവശ്യം. അപ്പച്ചാ, എൻ്റെ ലൈഫിനെ ഒന്ന് മാറ്റുവാൻ, എൻ്റെ ശുശ്രൂഷയെ ഒന്ന് മാറ്റുവാൻ, അടുത്തൊരു തലത്തേക്ക് എന്നെ കൊണ്ടുപോകുവാൻ, കമാൻ ദാഹമുള്ളവർ ആമേൻ പറഞ്ഞ് അടുത്തൊരു ലെവലിലേക്ക് എന്നെ കൊണ്ടുപോകാൻ, എൻ്റെ തുരുമ്പുകളെ മുഴുവൻ മാറ്റുവാൻ, എൻ്റെ മൂർച്ചയൊന്ന് വർദ്ധിപ്പിപ്പാൻ, ഇന്ത്യൻ ചർച്ചിനെ എനിക്കൊന്ന് എഫക്റ്റീവായി നിൽക്കുവാൻ, ആത്മാക്കളെ വിടുതൽ കാണുവാൻ, നരകത്തിൻ്റെ പദ്ധതികളെ പൊളിക്കുവാൻ, ദുരാത്മ മണ്ഡലങ്ങളെ ഓടിക്കുവാൻ, മന്ത്രവാദ പുരകളിൽ നിന്ന് ഉയരുന്ന അന്ധകാര ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുവാൻ, തകർന്നു വരുന്നതായ ജീവിതങ്ങളെ പണിയുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഉടഞ്ഞു കിടക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും പണിവാൻ, അടുത്തൊരു മണ്ഡലത്തിലേക്ക് കയറി പോകുവാൻ, ഐ നീഡ് ആൻ എൻകൗണ്ടർ വിത്ത് ദി ലോർഡ്. ദൈവമായി എനിക്കൊരു അഭിമുഖം ആവശ്യമാണ്. ബൈബിളിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ എവിടെയാണ് ഒരു എൻകൗണ്ടർ ആർക്കൊക്കെ ഉണ്ടായത്, ഒരു അഭിമുഖം കർത്താവുമായി ഉണ്ടായത്, അവിടെ എല്ലായിടത്തും വലിയ വിടുതലുകൾ നടന്നു. അവിടെ എല്ലായിടത്തും വ്യക്തികൾ മാറി. അബ്രാമിന് ഒരു ദിവസം ദൈവമായി ഒരു അഭിമുഖം ഉണ്ടായി. അബ്രഹാം ആയി. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. യെസ് യെസ് യെസ്. ജനിക്കാത്തതെല്ലാം ജനിക്കുമാറാകട്ടെ. കമാൻ, ജനിക്കാത്തതെല്ലാം ദൈവസഭകളിൽ ഈ ദിവസങ്ങളിൽ ജനിക്കുമാറാകട്ടെ. ശബ്ദം ഉയർത്തി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. എല്ലാം ഉണർവിൻ്റെ മണ്ഡലങ്ങളായി നിങ്ങളുടെ ശുശ്രൂഷകൾ തീരട്ടെ. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആത്മാക്കൾ ഈ ദിവസങ്ങളിൽ ദൈവകൃപയാൽ ജ്വലിക്കുമാറാകട്ടെ. ഈ മുന്നിലിരിക്കുന്ന ശുശ്രൂഷകന്മാരെ ഞാൻ കാണുമ്പോൾ നിങ്ങളുടെ പിൻപിൽ ആയിരക്കണക്കിന് ആത്മാക്കളെ ഞാൻ കാണുകയാണ്. നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ദൈവദാസന്മാരെ കാണുമ്പോൾ ആയിരക്കണക്കിന് ആത്മാക്കളും നിറഞ്ഞു കവിയുന്ന സഭകളെ ഞാൻ കാണുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒരു എൻകൗണ്ടർ ഞങ്ങൾക്ക് ആവശ്യം. മോശയ്ക്ക് ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ അവൻ ചരിത്രത്തിലെ 2ാമത്തെ വലിയ പ്രവാചകനായി ഉയർത്തപ്പെടുകയുണ്ടായി. ഇന്ന് രാത്രിയിലും ആർക്കോ ഒരു മുഖാമുഖം, ദൈവവുമായി ഒരു മുഖാമുഖം ആവശ്യം. പേടിച്ചരണ്ടിരുന്നതായ സ്തോത്രം ഗിദെയോന് ദൈവമായി ഒരു മുഖാമുഖം ഉണ്ടായപ്പോൾ he became the mighty valor. അവൻ പരാക്രമശാലിയായി തീർന്ന. കമോൺ, ഈ ദിവസങ്ങൾ പരാക്രമശാലികളായി ആരെങ്കിലും തീരട്ടെ. ആരോ ഇടയനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് തള്ളിക്കളഞ്ഞവൻ ജയന്റ് കില്ലറായി ഗോലിയാത്തിന്റെ തലയെ വെട്ടിയെടുത്ത് സിംഹാസനത്തിലേക്ക് നടന്നു കയറിയത് ദൈവമായി അവനൊരു അഭിമുഖം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. സ്തോത്രം. ശിമോൻ പത്രോസാക്കിയ, ശൗലിനെ പൗലൂസാക്കിയ, ജീവിതങ്ങളെ തിരിച്ചറിവാൻ കഴിയാത്ത മാറ്റത്തിലേക്ക് നയിച്ച, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ലൈഫിനെ തലകീഴായി മറിച്ച, ജീവിതങ്ങളെ തിരിച്ചറിവാൻ കഴിയാത്ത മാറ്റം കൊണ്ടുവരുന്ന ദൈവിക എൻകൗണ്ടർ, ദൈവമായ ഒരു അഭിമുഖം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടായാൽ, നീ നിൻ്റെ ബന്ധുക്കളെ പോലെയല്ല, നിൻ്റെ അയൽവാസികളെ പോലെയല്ല, നിൻ്റെ പഞ്ചായത്തിലുള്ളവരെ പോലെയല്ല. ഇന്നലകളിൽ സ്തോത്രം നിന്നെ കണ്ടവർ പോലും നിന്നെ നോക്കി വിളിച്ചു പറയും, അണ്ണ നീ അങ്ങ് മാറിപ്പോയി. അപ്പോൾ നിനക്കും എനിക്കും പറവാനൊരു സാക്ഷ്യമുണ്ടാകണം. ഞാൻ മാറിയതല്ല, ഒരുവനെന്നെ മാറ്റിയതാണ്. യെസ്, പറ. ഞാൻ മാറിയതല്ല, എൻ്റെ ദൈവം എന്നെ മാറ്റിയതാണ്. വേണമെന്ന് പറയുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഈ ദിവസങ്ങൾ ആരെയോ ദൈവം മാറ്റുവാൻ വേണ്ടി പോകുന്നു. ഞാൻ പ്രവചനദൂതായി ഈ ഫ്രണ്ട് റോ മുതൽ ലാസ്റ്റ് റോ വരെ ഇരിക്കുന്നവർ നോക്കി പറയട്ടെ, വിതൗട്ട് യുവർ നോളജ്, നീ അറിയാതെ ദൈവം നിന്നെ മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ പ്രാർത്ഥന ജീവിതം മാറുവാൻ വേണ്ടി പോകുന്നു. നിന്റെ സ്തുതിയും ആരാധനയും മാറുവാൻ വേണ്ടി പോകുന്നു. നിന്റെ വചന ശുശ്രൂഷ മാറുവാൻ വേണ്ടി പോകുന്നു. ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നീ നടന്ന ദിവസങ്ങൾ കഴിഞ്ഞു. കർത്താവിന് വേണ്ടി നീ ഓടുന്ന ദിവസങ്ങളാണ്. നിന്റെ വേഗത വർദ്ധിപ്പാൻ വേണ്ടി പോകുന്നു. നിന്റെ തീവ്രത വർദ്ധിപ്പാൻ വേണ്ടി പോകുന്നു. നീ അറിയാതെ വണ്ണം ദൈവം നിന്നെ മാറ്റുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് അധരങ്ങളെ തുറന്ന് ആത്മാവിൻ്റെ ആരവാരത്തിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. യു നീഡ് ആൻ എൻകൗണ്ടർ. ദൈവമായ ഒരു അഭിമുഖം നിന്റെ ലൈഫിൽ വെളിപ്പെടട്ടെ. ഈ പന്തലിൽ ഇവിടെ ഇരുന്ന് ഇന്ന് രാത്രി കരങ്ങളടിച്ച് ആരാധിക്കുമ്പോൾ നിന്റെ ബെഡ്റൂമിൽ ദൂതന്മാർ ഇറങ്ങി നിൽക്കട്ടെ. നിന്റെ വീട്ടിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ, നിന്റെ വീട്ടിൽ വ്യാപരിക്കുന്ന സകല ക്ഷുദ്ര പ്രയോഗങ്ങൾ, ആഭിചാര കെട്ടുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ എന്നേക്കുമായി ഓടി മറയട്ടെ. യെസ്, ആരെയോ ഇന്ന് രാത്രി കർത്താവ് മാറ്റുവാൻ വേണ്ടി പോകുകയാണ്. നീ വന്നതുപോലെയല്ല ഇന്ന് രാത്രി ഈ
ഈ ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ചു പോകുവാൻ വേണ്ടി പോകുന്നത്. നിന്നെ കൊണ്ടുവരാതിരിക്കാൻ ശത്രു കിണഞ്ഞ് പരിശ്രമിച്ചാണ്. ശത്രു നിന്നെ തടഞ്ഞതാണ്. എന്നാൽ നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. നീ വന്നതുപോലെയല്ല, ദൈവത്തിൻ്റെ കൃപയാൽ നീ മടങ്ങിപ്പോകുന്നത്. You are going to have an encounter. കർത്താവേ, നിനക്കൊരു അഭിമുഖമുണ്ടായിരിക്കും. നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കലേക്ക് ചന്ദ്രൻ്റെ പ്രകാശത്തിൽ രാത്രിയിൽ വന്നു. ചന്ദ്രൻ പ്രകാശത്തിൽ വന്ന് അവരുമായി സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവൻ ചില്ലറക്കാരനല്ല, കേട്ടതൊന്നുമല്ല. ഇവൻ അസ്തമയമില്ലാത്ത സൂര്യനാണ്. ഇവൻ അസ്തമയില്ലാത്ത നീതി സൂര്യനാണ്. നിങ്ങളുടെ ബൈബിളിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആ യേശുവിൻ്റെ പേരാണ് നീതി സൂര്യൻ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, നീതി സൂര്യൻ. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ പറഞ്ഞ്, നീതി സൂര്യൻ. നേരത്തെ കണ്ടതായ സൂര്യൻ മഴമേഘം വന്നപ്പോൾ ഇന്ന് നേരത്തെ മറഞ്ഞു. സ്തോത്രം. പക്ഷേ എൻ്റെ കർത്താവിന് ഒരിക്കലും സ്തോത്രം അസ്തമയം ഇല്ല. ഹല്ലേലൂയ. 4-ാം ദിവസത്താണ് ഇന്ന് കാണുന്നത്. ഈ സൂര്യനും ചന്ദ്രനെയും ദൈവം സൃഷ്ടിച്ച് 4-ാം ദിവസത്തിലാണ് ദൈവം സൃഷ്ടിച്ച 4-ാം നാളാണ് വന്നത്. പക്ഷേ ആദ്യത്തെ 3 ദിവസവും അങ്ങളെ പ്രകാശം ഉണ്ടായിരുന്നു. ആദ്യത്തെ 3 ദിവസവും പ്രകാശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരണ്ണനും ഒരക്കനും നിൻ്റെ അടുക്കൽ കയറി വന്ന് ഞങ്ങളില്ലാതെ നീ ഇരുട്ടിലായി പോകും എന്ന് പറവാൻ കഴിയത്തില്ല. 4-ാം നാളാണ് നീ ഉണ്ടായത്. പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾ പ്രകാശത്തിലായിരുന്നു. സ്തോത്രം. കാരണം നിന്റെ സൂര്യൻ അസ്തമിക്കയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയില്ല. യേശു കർത്താവ് നീതി സൂര്യൻ അവരുമായി സംസാരിച്ചപ്പോഴാണ് നിക്കോദിമോസിന് മനസ്സിലായത് ഞാൻ വന്ന് കയറിയിരിക്കുന്നത് സ്തോത്രം സൂര്യൻ്റെ പ്രകാശത്തിൽ. സോ അന്ന് രാത്രി പുള്ളി ഉറങ്ങിക്കാണത്തില്ല. കാരണം വന്നതുപോലെയല്ല തിരിച്ചു പോകുന്നത്. യേശുവിൻ്റെ അടുത്ത് ഏതമ വന്നാലും വന്നതുപോലെയല്ല മടങ്ങുന്നത്. കർത്താവിൻ്റെ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, യേശുവിൻ്റെ അടുക്കൽ ആര് വന്നാലും വന്നതുപോലെയല്ല മടങ്ങുന്നത്. ആര് വന്നതുപോലെയല്ല മടങ്ങുന്നത്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അന്ന് രാത്രി നിക്കോദിമോസ് ഉറങ്ങിക്കാണത്തില്ല. അന്ന് രാത്രി അവന് മനസ്സിലായി വന്നിരിക്കുന്നത് ചില്ലറക്കാരനല്ല. യെശയ്യാവ് പറഞ്ഞ, പ്രവാചകന്മാർ എല്ലാവരും പറഞ്ഞ, മോശ പറഞ്ഞ ഞങ്ങളുടെ മെശിഹയാണ് ഈ ഇരിക്കുന്നത്. അവൻ്റെ വചനം അപാരമാണ്. അവൻ്റെ സ്തോത്രം അതെ ജീവിതം ഭയങ്കര ധന്യമാണ്, എക്സെട്രാ എക്സെട്രാ. സോ അന്ന് സ്തോത്രം നിക്കോദിമോസ് ഉറങ്ങിക്കാണത്തില്ല. സ്തോത്രം. സോ അവൻ നിശ്ചയമായിട്ട് യേശു കർത്താവ് പറഞ്ഞ വെള്ളം സ്തോത്രം ആത്മാവ് കാറ്റ് വീണ്ടും ജനനം, വെള്ളം ആത്മാവ് കാറ്റ് വീണ്ടും ജനനം, വെള്ളം ആത്മാവ് കാറ്റ് വീണ്ടും ജനനം. ആ ദൂത് അവൻ മറന്നതേയില്ല. കാരണം CH പർജനല്ല ഏറ്റവും വലിയ പ്രാസംഗികൻ, ബ്രദർ DGS ദിനകരനല്ല ഏറ്റവും വലിയ പ്രാസംഗികൻ, DL മൂടിയല്ല വേറെ ആരെങ്കിലുമല്ല ഏറ്റവും വലിയ പ്രാസംഗികൻ, ചരിത്രം കണ്ട ഏറ്റവും വലിയ പ്രാസംഗികൻ കർത്താവ് യേശുവാണ്. സോ അന്ന് രാത്രി സ്തോത്രം ആ എക്സ്പീരിയൻസിലേക്ക്, ആ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് നിക്കോദിമോസ് മാറ്റപ്പെടുകയാണ്. ഞാൻ പറയട്ടെ, യഥാർത്ഥ മാനസാന്തരം മൂടി വയ്ക്കാൻ പറ്റത്തില്ല. യഥാർത്ഥ മാനസാന്തരം ഒരിക്കലും മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. യഥാർത്ഥ മാനസാന്തരം നടന്നു കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിലെ പൂച്ചയും പട്ടിയും പോലും തിരിച്ചറിയും. കാരണം സ്തോത്രം മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് അതുവരെയും മെസ്സിയും റൊണാൾഡോയും ഒക്കെ തൊഴിക്കുന്നത് പോലെ പട്ടിയും പൂച്ചയും ഫുട്ബോൾ തൊഴിക്കുന്ന പോലെ തൊഴിക്കുകയായിരിക്കും. പക്ഷെ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ പൂച്ചയും പട്ടിയും കണ്ട് ഹായ് ജിമ്മി, ഹായ് ജൂലി എന്ന് പറഞ്ഞ് പൂച്ചയും പട്ടിയും വിളിക്കുമ്പോൾ പൂച്ച പറയും മ്യാവ്, എനിക്ക് മനസ്സിലായി നീ ആ മീറ്റിങ്ങിന് പോയി, യേശു നിന്നെ തൊട്ട്, നീ ബോൺ അഗെയിൻ, നീ വീണ്ടും ജനനം പ്രാപിച്ചത് കൊണ്ടാണ്. ഇനി വീണ്ടും ജനനമെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരും അറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ലെങ്കിൽ അത് സ്തോത്രം ചുമ്മാ പരിപാടിയാണ്. യഥാർത്ഥ വീണ്ടും ജനനമാണെങ്കിൽ മറച്ചു വെക്കാൻ കഴിയത്തില്ല. 3-ാമത്തെ അധ്യായത്തിൽ നിക്കോദിമോസിനോട് കർത്താവ് വീണ്ടും ജനനം എന്ന ദൂത് പറഞ്ഞ് അടുത്ത 7-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ 7-ാമത്തെ അധ്യായത്തിൽ അവിടെ ഇതാ സ്തോത്രം വല്ലാത്ത പ്രഷറിലൂടെ കർത്താവ് കടന്നു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ സ്തോത്രം ഇതാ അടുത്ത ഒരു സമയത്ത് കർത്താവ് യെരുശലേം പട്ടണത്തിൽ കടന്നു വന്നിരിക്കുന്നു. യെരുശലേം പട്ടണത്തിൽ യേശു കർത്താവ് കടന്ന് 7-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഈ അന്നവിടെ ഉള്ള പുരോഹിത വൃന്ദത്തിന് ഭയങ്കര ഒരു കച്ചവടം ഉണ്ടായിരുന്നു. അന്നവിടെ ഉണ്ടായിരുന്ന ഹന്നാവ്, കയ്യഫാവ് ഉൾപ്പെടെയുള്ളതായ ആ പുരോഹിത വൃന്ദത്തിന്, പ്രത്യേകിച്ച് കയ്യഫാവിന് ഭയങ്കര ഒരു കച്ചവടം ഉണ്ടായിരുന്നു. അതൊരു ആത്മീയ കച്ചവടമാണ്. അതൊരാത്മീയ കച്ചവടമാണ്. കാരണം അവിടെ ദേവാലയത്തിൽ നടക്കുന്നതായ സ്തോത്രം, ദേവാലയത്തിൽ കൊണ്ടുവന്ന് യാഗത്തിന് കൊണ്ടുവരുന്നതായ ആ മൃഗങ്ങളെയെല്ലാം യവന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു മാർക്കറ്റാണ് കച്ചവടം ചെയ്തിട്ടിരുന്നത്. സ്തോത്രം. ഇന്നും യെരുശലേമിലും ഇന്നും ബെത്ലഹേമിലും ഒക്കെ അങ്ങനെയുള്ള കച്ചവടങ്ങൾ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ഞാൻ എൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എന്നിട്ട് യെരുശലേമിൻ്റെയും ബെത്ലഹേമിൻ്റെ കാര്യം പറയുന്ന നമ്മുടെ നാട്ടിലും
സുവിശേഷത്തിൻ്റെ പേരത്തിൽ പല രീതിയിലുള്ള കച്ചവടങ്ങൾ നടക്കുന്നത് നമുക്ക് കാണുവാൻ തക്കണം കഴിയും. എന്നാൽ കർത്താവ് സ്തോത്രം സൗഖ്യമാക്കുന്ന കൈകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചാട്ടവാറെടുത്തു. ഇടയ്ക്കിടയ്ക്ക്, ഒരിക്കലല്ല, തൻ്റെ 3.5 വർഷം ശുശ്രൂഷയിൽ 2 പ്രാവശ്യം കർത്താവ് ചാട്ടവാറെടുത്തു. എൻ്റെ പ്രാർത്ഥന ഇതാണ്: നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ചർച്ചിന് പുറത്തല്ല, ചർച്ചിനകത്താണ്. ചർച്ചിനകത്തുള്ള സകല അഴിമതികളെ അടിച്ചു പുറത്താക്കാൻ. അല്ല, നിങ്ങൾ പ്രതിപക്ഷമാണോ ഭരണകക്ഷിയാണോ അറിയാത്തത് കൊണ്ട് ചോദിക്കുക. നിങ്ങളിങ്ങനെ തുറച്ചു നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഞാൻ ബൈബിളില്ലാത്ത വേറെ എന്താ പറയുക. സോ നമ്മുടെ യഥാർത്ഥ പ്രശ്നം ചർച്ചിന് പുറത്തല്ല, ചർച്ചിനകത്താണ്. സോ ഹീലിംഗ് ഹാൻഡ്സ് ആൻഡ് ഹോൾഡിംഗ് വിപ്സ്. സ്തോത്രം. കർത്താവ് ഇതാ അതേ സൗഖ്യമാക്കുന്ന കയ്യിൽ ഇതാ ചാട്ടവാറെടുത്ത് അകത്തുള്ള അഴിമതി, അകത്തുള്ള കച്ചവട മെൻറ്റാലിറ്റി അടിച്ചു പുറത്താക്കുകയാണ്. ഇന്ന് രാത്രി ഞാനാണ് ദേവാലയം, നിങ്ങളാണ് ദേവാലയം. ഞാനാകുന്ന ദേവാലയത്തിൽ എന്ത് കിട്ടും, എന്ത് കിട്ടും, എന്ത് കിട്ടും എന്ന് പറയുന്ന കച്ചവട മെൻറ്റാലിറ്റിയെ എൻ്റെ കർത്താവ് ഒന്ന് അടിച്ചു പുറത്താക്കിയെങ്കിൽ, ഓ കമാൺ, ആർക്കും വേണ്ടേ, ആർക്കും വേണ്ടേ, ആർക്കും വേണ്ടേ? നമ്മുടെ അകത്തിരിക്കുന്ന എന്ത് കിട്ടും, എന്ത് കിട്ടും, എന്ത് കിട്ടും എന്ന് പറയുന്ന മെൻറ്റാലിറ്റി ഒന്ന് അടിച്ചു പുറത്താക്കിയിട്ട് പകരം ദൈവത്തിൻ്റെ മഹത്വത്താൽ ഈ ആലയം ഒന്ന് അറിയപ്പെടുമാറാകട്ടെ. ഞങ്ങളെപ്പോലെയുള്ള ഈ കരിസ്മാറ്റിക് പ്രാസിംഗൻ, ന്യൂ ജനറേഷൻ പ്രാസിംഗന്മാരുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്, പ്രാപിച്ചോ പ്രാപിച്ചോ, കിട്ടിക്കോ കിട്ടിക്കോ, ഇപ്പം കിട്ടും, ഇപ്പം കിട്ടും, കൂടുതലടിച്ചോ കൂടുതലടിച്ചോ കൂടുതലടിച്ചോ. കള്ളം, പച്ചക്കള്ളം. അത് വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, വേറൊരു സ്തോത്രം. അത് യേശുവാണ്. എന്നാൽ ഇന്ന് രാത്രി എന്ത് കിട്ടും എന്നതല്ല. അങ്ങനെ കയ്യഫാവിൻ്റെ നേതൃത്വത്തിൽ ഭയങ്കര ആത്മീയ കച്ചവടം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, അവിടെ ആത്മീയ കച്ചവടം നടക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശിഷ്യനുണ്ടല്ലോ, അവൻ പല കപ്പലുകൾ വിട്ടിട്ടാണ് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയത്. പല കപ്പൽ, 1, 2 അല്ല, പല കപ്പലിനെ വിട്ട് സുവിശേഷത്തിൽ ഇറങ്ങിയ പുള്ളി അവസാനം തീരുമ്പോഴേക്കും ഒരു പുതപ്പിലാണ് അവസാനിച്ചത്. എൻ്റെ പുതപ്പിനെയും ചർമ്മലിഖിതത്തെയും സ്തോത്രം അതെ നീ എടുത്തിട്ട് വാ എന്നാ തിമോത്തിയോസിനോട് പറയുന്നത്. അപ്പോൾ കപ്പലിൽ തുടങ്ങി പുതപ്പിൽ തീർന്നു. അതാണ് ശിഷ്യൻ്റെ ലക്ഷണം. ഇപ്പോൾ ഒരിക്കൽ കൂടെ കപ്പലിൽ തുടങ്ങി പുതപ്പിൽ തീർന്നു. ഇന്ന് പല ന്യൂജൻ അണ്ണന്മാരും പറയുന്നത് പുതപ്പിൽ തുടങ്ങി കപ്പലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, കപ്പലിലേക്ക്. നോ 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 നോ, അതല്ല. അത് വേറൊരു യേശുവാ, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷമാണ്. യേശുവിൻ്റെ നാമത്തിൽ നോക്ക്. അങ്ങനെ ആത്മീയ കച്ചവടത്തിന് കോട്ടം വന്നപ്പോൾ അവിടെ ഇതാ സ്തോത്രം കയ്യഫാമിൻ്റെ ബ്ലഡ് പ്രഷർ കൂടി, തൻ്റെ കച്ചവടത്തിൻ്റെ തട്ടുപാട് വന്നപ്പോൾ യേശു യെരുശലേമിൽ വന്നപ്പോൾ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ ചേവകരെ പറഞ്ഞയച്ചു. എല്ലാവരും പറഞ്ഞാട്ടെ, ചേവകർ. ചേവകർ എന്ന് പറഞ്ഞാൽ ടെമ്പിൾ പോലീസ്, ദേവാലയത്തെ സംരക്ഷിക്കുന്നതായ ഒരു ടെമ്പിൾ പോലീസ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകര, മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഗുണ്ടാ സെറ്റപ്പ്, ഒരു ഗുണ്ടാ സെറ്റപ്പ്. സെൻട്രൽ പാസ്റ്റർ സ്തോത്രം അതെ കയ്യഫാവിന് ഒരു ഗുണ്ടാ സെറ്റപ്പ് ഉണ്ടായിരുന്നു. തനിക്കെതിരെ, തൻ്റെ ഇംഗിതങ്ങൾക്കെതിരെ ആരെങ്കിലും എഴുന്നേൽക്കുന്നെങ്കിൽ രാത്രിയിൽ ഈ ചേവകർ ഗുണ്ടാ സെറ്റപ്പുകാരെ പറഞ്ഞു വിട്ട് അവനെ രാഖിരാമാനം പൊക്കി അവൻ്റെ വീടിൻ്റെ അടിയിൽ ഒരു പ്രൈവറ്റ് ജയിലുണ്ട്. സ്തോത്രം. ഞാൻ പോയി കണ്ടിട്ടുണ്ട് യെരുശലേമിൽ. ആ പ്രൈവറ്റ് ജയിലിൽ ചെറിയ കുടിയുണ്ട്, ചെറിയ ട്രെഞ്ച്, അവിടെ കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കും. സോ 7-ാം അധ്യായത്തിൽ യേശു കർത്താവ് തൻ്റെ കച്ചവടത്തിനെതിരായി നിൽക്കുന്നത് കൊണ്ട് അതേ സ്തോത്രം യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ചേവകരെ പറഞ്ഞയച്ചു. 7-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചാട്ടെ. സ്തോത്രം. അങ്ങനെ ചേവകർ വരികയാണ്. യേശു ഇതാ ശുശ്രൂഷിക്കുന്നു. 100 കണക്കിന്, ചിലപ്പോൾ 1000 ആൾക്കാർ യേശുവിൻ്റെ മുൻപിലുണ്ട്. യേശു കർത്താവ് എഴുന്നേറ്റ് ഇതാ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവ് ഇന്നലെയും ഇന്നും മാത്രമല്ല, അവൻ നാളെയും കാണുന്നവനാണ്. അപ്പോൾ യേശുവിനറിയാം ഇന്ന് കുറച്ച് കുറുക്കൻ പടകൾ എന്നെ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എന്തോ പടകൾ വരുന്നുണ്ട്? പറ. കുറുക്കൻ പടകൾ വരുന്നുണ്ട്. ഇന്ന് കുറേ കുറുക്കൻ പടകൾ വരുന്നുണ്ട്. വീട്ടിൽ നിന്ന് അന്ന് രാവിലെ ശുശ്രൂഷിക്കാൻ ഇറങ്ങിയ കർത്താവ് ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ് ഇറങ്ങിയത്, ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഇറങ്ങിയത്. പക്ഷേ അന്ന് പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴേക്കും സ്തോത്രം ഇന്നലത്തെ പോലെ കുഞ്ഞാടായി എന്നല്ല യേശു കർത്താവ് അന്ന് പറഞ്ഞത്. അന്ന് എന്ന് പറഞ്ഞ് ഒരു ഗർജന സ്വരത്തിൽ സംഭവം തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ പത്രോസ്, യാക്കോബ്, യോഹന്നാന്മാർ എല്ലാവരും ഞെട്ടി. ചേടാ, ഇന്നലത്തെ ടോണിലല്ലല്ലോ ഇന്ന് നിൽക്കുന്നത്, ഇന്നൊരു ഗർജന സ്വരത്തിലാണല്ലോ നിൽക്കുന്നത്. എന്താ കാര്യം? ഇന്ന് ഗിയർ ചേഞ്ച് ചെയ്ത് നിൽക്കുകയാണല്ലോ, ഇന്ന് ഗിയർ ചേഞ്ച് ചെയ്ത് അതേ അധികാരത്തോടെ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും കാണുന്നു, ദാ വരുന്നു സ്തോത്രം കുറുക്കം പടകളാകുന്ന ചേവകർ കടന്നു വരികയാണ്. നല്ലൊരു ദൂത് ഞാൻ പറയാം. നിങ്ങൾക്ക് നേരെ വെല്ലുവിളി കടന്നു വരുമ്പോൾ, നിങ്ങൾക്ക് നേരെ പ്രശ്നം കടന്നു വരുമ്പോൾ ഉടനെ ഗിയർ ചേഞ്ച് ചെയ്തോളണം. നിങ്ങൾക്ക് നേരെ പ്രശ്നം കടന്നു വരുമ്പോൾ, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് നേരെ വെല്ലുവിളി കടന്നു വരുമ്പോൾ, നിങ്ങൾക്ക് നേരെ വെല്ലുവിളി കടന്നു വരുമ്പോൾ ഉടനെ ഗിയർ ചേഞ്ച് ചെയ്തോളണം. ഉടനെ പ്രാർത്ഥനയുടെ ലെവൽ മാറ്റിക്കൊള്ളണം. ഉടനെ തന്നെ സ്തോത്രം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ലെവൽ
ദൈവകൃപയാൽ മാറ്റിക്കൊള്ളണം. അതുവരെയും ദൈവത്തിൻ്റെ കുഞ്ഞാടായി നിന്നവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായി ശബ്ദമുയർത്തിയവൻ സംസാരിച്ചു. അതുകൊണ്ടാണ് തൊട്ട് താഴെ നിങ്ങൾക്ക് വായിപ്പാൻ തക്കണം കഴിക്കുന്നത്. ഈ ചേവകർ തിരിച്ചു പോകുകയാണ്. തിരിച്ചു ചെന്ന് കയ്യഫാവിനോട്, ഈ സെൻഹദ്രീൻ സംഘത്തോട്, 71 പേർ അടങ്ങുന്നതായ സുപ്രീം കോടതിയോട് അവർ പറയുന്നു, സ്തോത്രം, ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ പറ്റിയില്ല. ഞാൻ പറയട്ടെ, ആത്മാവിൽ ജ്വലിക്കുന്നവനെ പിടിപ്പാൻ ആർക്കും കഴിയത്തില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടുന്നില്ല. നെയ്യാറ്റിൻകര ഉള്ളതായ മന്ത്രവാദികൾക്ക് ഞാൻ പറഞ്ഞത് വളരെ നന്നായിട്ടറിയാം. ആത്മാവിൽ ജ്വലിക്കുന്ന കുടുംബങ്ങളെ കെട്ടാൻ ഒരു മന്ത്രത്തിനും തന്ത്രത്തിനും കഴിയത്തില്ല. ആത്മാവിൽ ജ്വലിക്കുന്നതായ ദൈവദാസന്മാരെ കെട്ടാൻ ഒരു ഭൂതത്താന്മാർക്കും ഒരിക്കലും കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാം, ആത്മാവിൽ ജ്വലിക്കുന്നവൻ ഒറ്റയ്ക്കല്ല, അവനോട് കൂടെ ഉള്ളവൻ മറ്റവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. ഇന്ന് രാത്രി അധരങ്ങളെ തുറന്ന് ശക്തിയോടെ ജ്വലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്. കമാൺ, ആത്മാവിൽ ജ്വലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു നിന്നോട് കൂടെയുണ്ട്. നിന്നോട് കൂടെയുള്ളവൻ അവനോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. നീ പിശാചിന്റെ വേസ്റ്റ് ബോക്സ് അല്ല. The Lord is with you. Jesus is in you. Holy Spirit is upon you and the angels are around you. കർത്താവ് നിന്നോട് കൂടെ. യേശു നിന്റെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ, ദൂതന്മാർ നിന്റെ ചുറ്റും. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഞങ്ങൾക്ക് അവനെ പിടിപ്പാൻ തക്കണം കഴിഞ്ഞില്ല. കാരണം തൊട്ട് താഴെ അവൻ പറയുന്നു, സ്തോത്രം, ഒരു മനുഷ്യനും യവനെപ്പോലെ സംസാരിച്ചിട്ടില്ല. ഒരു മനുഷ്യനും യവനെപ്പോലെ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്തോത്രം വെല്ലുവിളി എപ്പോഴാണോ വരുന്നത്, അപ്പോഴാണ് ഏറ്റവും അധികമായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. എവിടെയാണോ വെല്ലുവിളി വരുന്നത്, സ്തോത്രം, അവിടെ ജ്വലിക്കുക, അവിടെ പ്രശ്നം അവിടെ തീരും. നിന്റെ പാസ്റ്റർ അഭിഷേകമല്ല നിന്നെ വിടുവിക്കുന്നത്, നിന്റെ അഭിഷേകമാണ് നിന്റെ മുഖത്തെ തകർക്കുന്നത്. കാരണം നിനക്കൊരു ശത്രു ഉണ്ടല്ലോ, നിൻ്റെ ഒരു പോരാട്ടം ഉണ്ടല്ലോ, അതൊരു സെർട്ടൻ ലെവലിൽ മാത്രമേ നിൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ പറ്റത്തുള്ളൂ. ഓ കമാൻ, ഹല്ലേലൂയ. നമ്മൾ മേലോട്ട് പോകുന്ന പാർട്ടികളാണ്. നമ്മൾ ഒരിക്കലും താഴോട്ട് പോകത്തില്ല, ഒരു കാരണവശാലും താഴോട്ട് പോകില്ല. നമ്മളെ താഴോട്ട് കൊണ്ടുപോകാൻ ആർക്കും പറ്റത്തില്ല, ഒന്നിനും പറ്റത്തില്ല. ആ ക്ലബിലുള്ളവർ മാത്രം ഇന്ന് രാത്രി കരങ്ങളടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്നെ താഴേക്ക് കൊണ്ടുപോകാൻ ആർക്കും പറ്റത്തില്ല, ഒന്നിനും പറ്റത്തില്ല. ഈ മനുഷ്യൻ പറഞ്ഞു, സ്തോത്രം, എലി കരളുന്ന ശബ്ദം കേൾക്കുകയാണ്, എനിക്കൊന്നും മേലോട്ട് പോകാൻ അനുവാദം. വിമാനം കുത്തനെ അദ്ദേഹം മുകളിലേക്ക് കൊണ്ടുപോയി. ഒരു സെർട്ടൻ ലെവൽ കഴിഞ്ഞപ്പോഴേ ആ കരളുന്ന ശബ്ദം സാവധാനമായി അതവസാനം നിലച്ചു, നിശബ്ദമായി. അദ്ദേഹം ആ വിമാനം സ്തോത്രം മുകളിലേക്ക് കൊണ്ടുപോയി. ആ നിശ്ചിത സ്ഥലത്തെത്തിയപ്പോഴേക്കും താഴേക്ക് ഇറക്കി. ആ വിമാനം പാർക്ക് ചെയ്യുമ്പോൾ ഒരു ചത്ത എലി തണുത്ത ശരീരത്തോടെ ആ കോക്പിറ്റിൽ നിന്ന് താഴെ വീഴുന്നത് താൻ കണ്ടു. യേശുവിൻ്റെ നാമത്തിൽ നിനക്കെതിരെ, നിൻ്റെ മക്കൾക്കെതിരെ, നിങ്ങളുടെ ശുശ്രൂഷയ്ക്കെതിരെ കരളുന്ന എലി പോലെ സംസാരിക്കുന്ന ശബ്ദങ്ങൾ, പൊരുതുന്ന പോരുകൾ, വെല്ലുവിളികൾ, അത് നിലനിൽക്കത്തില്ല. ദേവദാസനെ, അത് നിലനിൽക്കത്തില്ല. ഈ വർഷം തീരാൻ ഇനി 6 ആഴ്ചയുണ്ട്, അല്ലെങ്കിൽ 5 ആഴ്ചയുണ്ട്. വരുന്ന ഡിസംബർ 31 കമാൺ, ഞാൻ ഒരിക്കൽ കൂടെ ആ പ്രവചന ദൂത് റിലീസ് ചെയ്യട്ടെ. വരുന്ന ഡിസംബർ 31 വെച്ച് നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഒരു വിടുതൽ നീ കാണാൻ പോവാ. കമാൺ, ഏറ്റെടുക്ക്. നീ കാണാൻ പോവാ. നിനക്കെതിരെ സംസാരിക്കുന്ന നാവുകളെ എൻ്റെ ദൈവം നിശ്ചലമാക്കാൻ പോവാ. യെസ്, നിനക്കെതിരെ സംസാരിക്കുന്ന നാവുകളെ എൻ്റെ കർത്താവ് നിശ്ചലമാക്കാൻ പോവാം. നിന്നോട് പൊരുതുന്നവരോട് ദൈവം പൊരുതുന്നു, നിന്നോട് വാദിക്കുന്നവരോട് ദൈവം വാദിക്കുന്നു. നിനക്കെതിരെ വരുന്ന ആയുധങ്ങൾ ഭരിക്കയില്ല. യെസ്, ഹല്ലേലൂയ. കുറുക്കൻ പടകൾ പോലെ ചേവകർ വന്ന് ചുറ്റും നിന്നപ്പോൾ കർത്താവ് യഹൂദ ഗോത്രത്തിലെ സിംഹം പോലെ അവൻ അലറാൻ തുടങ്ങി. ശുശ്രൂഷയിൽ വെല്ലുവിളിയുണ്ട്, ശുശ്രൂഷയിൽ കൊടുങ്കാറ്റുകളുണ്ട്, ശുശ്രൂഷയിൽ പലതരത്തിൽ സ്തോത്രം പാമ്പുമുണ്ട്, തേളമുണ്ട്. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ജ്വലിച്ചോളണം, നീ മെഴുകുതിരിയല്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഈ സംഘടന, ഈ സഭ, ഈ ദൈവമക്കൾ, ഈ ദൈവദാസന്മാർ, പ്രത്യേകിച്ച് നിങ്ങളെക്കുറിച്ച് ഇനി ഭയങ്കര ഭാരവും സ്നേഹവും ഇന്നലെ മുതൽ കയറിയിരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ആരും മെഴുകുതിരികളല്ല, നിങ്ങളെല്ലാവരും കാട്ടുതീയ, നിങ്ങളെല്ലാവരും കാട്ടുതീയ. യേശുവിൻ്റെ നാമത്തിൽ ജ്വലിച്ചോളണം, വിട്ടുകൊടുക്കല്ല. മറ്റുള്ളവൻ തോറ്റെടുത്ത് നമ്മൾ ജയിക്കും. മറ്റുള്ളവൻ്റെ തല കുനിഞ്ഞെടുത്ത് നിൻ്റെ തല ഉയരും. മറ്റുള്ളവൻ്റെ ശുശ്രൂഷ നിർത്തിയെടുത്ത് നീ ആരംഭിക്കും.
പുതിയ അധ്യായങ്ങൾ, പുതിയ ഉണർവിൻ്റെ അധ്യായങ്ങൾ, പുതിയ ഉണർവിൻ്റെ അധ്യായങ്ങൾ നിന്നിലൂടെ. ആ പിന്നിലിരിക്കുന്നവർ, അസൂയയില്ലാത്തവർ, മറ്റ് സഭകളിൽ നിന്ന് വന്നവർ കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി ദൈവത്തെ ആരാധിച്ച് കമാൻ കുറുക്കൻ പടകൾ ചിതറട്ടെ. ചേവക മണ്ഡലങ്ങൾ പോലെ, ചേവകർ വന്നതുപോലെ നിന്നെ പിടിപ്പാൻ, നിന്നെ തകർക്കാൻ, നിന്റെ തളർച്ച കാണുവാൻ, നിന്റെ തകർച്ച കാണാൻ, നിന്നെ തളർത്താൻ, നിന്നെ തകർക്കാൻ വന്നിരിക്കുന്ന സകലതമാധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. അതിന്റെ ജ്വലനം വെളിപ്പെടട്ടെ. ചേവകരെ പോലെ കുറുക്കമ്മ മറന്നപ്പോൾ കർത്താവ് സിംഹത്തെ പോലെ കുറിച്ച്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നോ മാൻ എവൻ സ്പീക്ക് ലൈക്ക് ദിസ് മാൻ. ആരും ഈ മനുഷ്യനെ പോലെ സംസാരിച്ചതേയില്ല. തൊട്ടടുത്ത് സ്തോത്രം നിക്കോദീമോസ് ഉണ്ടല്ലോ, തൊട്ടടുത്ത് ഈ ചേവകർ വന്ന് ഇത് പറഞ്ഞപ്പോൾ നിക്കോദീമോസിന് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല. കാരണം ചേവകർ വന്ന് അകലെ നിന്നിട്ടാണ് സംസാരിച്ചത്. ചേവകർ അകലെ നിന്നിട്ടാണ് സംസാരിച്ചത്. പക്ഷേ നിക്കോദീമോസ് അകലെ നിന്നല്ല കേട്ടത്, നിക്കോദീമോസ് അടുത്ത് നിന്നാണ് കേട്ടത്. അതുകൊണ്ട് 7-ാം അധ്യായം 51-52 വാക്യത്തിൽ ഇതാ സ്തോത്രം നിക്കോദീമോസ് എഴുന്നേറ്റ് 50-ാം വാക്യം, അവരിൽ ഒരുത്തനായി മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദീമോസ് അവരോട്, ഒരു മനുഷ്യൻ്റെ വാമൊഴി കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവന് വിധിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവർ അവനോട്, നീയും ഗലീലക്കാരനോ? പരിശോധിച്ചു നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം, അങ്ങനെ ഓരോരുത്തൻ താൻ്റെ വീട്ടിൽ പോയി. പെട്ടെന്ന് സ്തോത്രം യേശു കർത്താവിനെ ഈ ചേവകർക്ക് പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ നിക്കോച്ചൻ, അല്ലെങ്കിൽ നമ്മുടെ നിക്കോ അണ്ണൻ നിക്കോദീമോസ് എഴുന്നേറ്റ് യേശുവിന് വേണ്ടി സംസാരിച്ചപ്പോഴേക്കും സെൻഹദരീൻ സംഘം 2 കൂട്ടമായി. സ്തോത്രം ഇത് ഒരിക്കലും വിചാരിച്ചില്ല. ക്യാപിറ്റൽ സിറ്റിയിൽ ബോംബ് വീണതുപോലെ സ്തോത്രം യഹൂദന്മാരുടെ സുപ്രീം കോടതിയിൽ ഒരുത്തൻ എഴുന്നേറ്റ് അവനെ തൊട്ടുപോലെ കേട്ടോ. കാരണം അവനോട് ചെയ്യുന്നത് അന്യായമാണ്. അവൻ്റെ പ്രവൃത്തി നോക്ക്, അവൻ്റെ വാമൊഴി നോക്ക്, അവൻ്റെ പ്രവൃത്തി നോക്ക്, അവൻ്റെ വാക്ക് നോക്ക്, എന്നിട്ട് മാത്രമേ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ മീറ്റിംഗ് അതോടെ അവസാനിച്ചു. ഇന്ന് രാത്രി എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഈ ശനിയാഴ്ച രാത്രിയുടെ അന്ധകാരത്തിൻ്റെ സകല കൗൺസിൽ യോഗങ്ങൾ ഇന്ന് രാത്രി ചിതറുമാറാകട്ടെ. ശത്രുവിൻ്റെ സകല ആലോചനാ സഭകൾ, നിനക്കെതിരെ നിന്റെ ഭാവിക്കെതിരെ വ്യാപരിക്കുന്നതായ സകല ആലോചനാ സഭകൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ചിതറട്ടെ. അതിൻ്റെ ആഴം മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞേ. നിങ്ങൾക്കെതിരെ ഉയർന്നതായ സകല ഗൂഢാലോചനകൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ചിതറട്ടെ. നിക്കോദീമോസ് എഴുന്നേറ്റ് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും താന്താൻ്റെ വീട്ടിൽ പോയി. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്, ചേടാ യവനും യേശുവിൻ്റെ ശിഷ്യനായിരുന്നു. യവന് യേശുവിൻ്റെ ശിഷ്യനായിരുന്നു. ഈ പ്രശ്നം വരുമ്പോഴാണ് അറിയുന്നത് നിൻ്റെ ട്രൂ കളർ, നിൻ്റെ യഥാർത്ഥ നിറം തന്ന പ്രശ്നമാണ് മനസ്സിലാക്കുന്നത്. ദൈവകൃപ ഇല്ലാത്തവൻ യോർദാനിൽ മുങ്ങും, പെട്ടകമെന്ന ദൈവകൃപയുള്ളവൻ യോർദാനെ വിഭാഗിക്കും. അവൻ വാഗ്ദത്തത്തിൽ കടക്ക്. ഇതാ സ്തോത്രം പ്രശ്നം കടന്നു വന്നപ്പോൾ നിക്കോദീമോസ് എഴുന്നേറ്റ് യേശു കർത്താവിന് അത് പരസ്യമായി സാക്ഷിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ഓഹോ ഇവൻ യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായിരുന്നു. ഇവൻ യേശുവിൻ്റെ രഹസ്യ ശിഷ്യൻ. അടുത്തിരിക്കുന്നവർ തൊട്ടൊന്ന് ചിരിച്ച്, പാകിസ്ഥാനിൽ നിന്നല്ലെങ്കിൽ അടുത്തിരിക്കുന്നവർ തൊട്ടൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞ് ഒരു രഹസ്യം പരസ്യമായി ഒന്ന് പറഞ്ഞ് ആ പിന്നിലിരിക്കുന്ന എല്ലാ VIP-കളും ഒന്ന് പറഞ്ഞ് രഹസ്യം എന്തുമായി? പരസ്യമായി. രഹസ്യ ശിഷ്യനായിരുന്നു നിങ്ങൾ ആദ്യം. രഹസ്യ ശിക്ഷ 3, 4, 5, 6 അധ്യായം വരെ രഹസ്യമായിരുന്നു. 7-ാം അധ്യായം അവസാനം വന്നപ്പോഴേക്കും രഹസ്യം പരസ്യമായി. ഈ പുള്ളി ഒരിക്കലും സംഘത്തിൻ്റെ സംഘത്തിലാണ് പറയുന്നത്. സംഘത്തിൻ്റെ സംഘത്തിൽ പറഞ്ഞാൽ ബാക്കിയുള്ള 71 പേരിൽ ഒരുത്തം എഴുന്നേറ്റ് വന്നാണ്. 70 പേര് ഇവനെ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലെന്ന് പറഞ്ഞാൽ ഇവൻ്റെ പരിപാടി ഹത്താങ് ഹോകയാണ്, ഇവൻ്റെ പരിപാടി തീർന്നു. ധൈര്യത്തോടെ എഴുന്നേറ്റ് നമ്മൻ പറയുക, സ്തോത്രം, അതെ അവന് തൊട്ടുപോകില്ല, അവൻ്റെ വാമൊഴിയിലൂടെ നിങ്ങൾ കേൾക്കണം, അവൻ്റെ പ്രവൃത്തിയിലൂടെ കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം സെൻഹദരീൻ സംഘയെ പിരിഞ്ഞു പോയി. യേശുവിൻ്റെ നാമത്തിൽ നെയ്യാറ്റിൻകര പട്ടണത്തിൽ നിൻ്റെ വാക്ക് അവസാന വാക്കായി തീരാൻ പോവാ. നീ എന്തു പറയുമോ അതേ ദേശത്ത് നടക്കത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാനത് കൊണ്ടുപോകൊള്ളാം. നീ എന്ത് പറയോ അതേ ദേശത്ത് നടക്കത്തുള്ളൂ. മേലാൽ മന്ത്രവാദി പറയുന്നതായിരിക്കാം, വേറെയുള്ളൊരു നോ. നീ അഭിഷേകം ചുമക്കുന്ന ദൈവപൈതലാണെങ്കിൽ നീ എന്തു പറയുമോ അതേ നടക്കത്തുള്ളൂ. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ പറയുന്ന ഒരൊറ്റ വാക്ക് പോലും നിലത്ത് വീഴുവാൻ ദൈവം സമ്മതിക്കയില്ല.
നീ പറയുന്ന ഒരു വാക്ക് പോലും നിലത്ത് വീഴത്തില്ല. സോ എല്ലാവരും പിരിഞ്ഞു പോയി. 69 പേരും ആ യോഗത്തിൽ നിന്ന് പിരിഞ്ഞു പോയി. 2 പേര് മാത്രം പോയില്ല. നിങ്ങൾക്ക് കമ്മിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കമ്മിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനറൽ ബോഡി ഉണ്ടെങ്കിൽ എല്ലാവരും പോയാൽ ചിലർ പോകാതെ ആ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് കുശി കുശിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൈ ഉയർത്തണ്ട, അടുത്ത പ്രാവശ്യം എനിക്ക് വരാനുള്ളതാണല്ലോ. എല്ലാവരും പോയാലേ 2 പേര് പോയില്ല. 2 പേര് പോയില്ല. ഈ നിക്കോദിമോസും പോയില്ല. കൂടെ ആര് പോയില്ല? പറ. അരിമത്തയിലെ യോസേഫ് പോയില്ല. നിക്കോദിമോസ് പോയില്ല, അരിമത്തയിലെ യോസേഫ് പോയില്ല. അപ്പോൾ അരിമത്തയിലെ യോസേഫ് അണ്ണാ എങ്കിലും ഞാൻ വിചാരിച്ചില്ല കേട്ടാ, നീ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തൊരു ധൈര്യടേ, ഇതെന്തൊരു ധൈര്യടേ. ഞാൻ ഇത് കുറേ കാലമായി രഹസ്യത്തിൽ കൊണ്ട് കിടക്കായിരുന്നു, പക്ഷെ നീ പൊട്ടിച്ചു കേട്ടാ. മക്കളെ, കൊണപ്പെടാതെ രഹസ്യത്തിൽ സ്നാനപ്പെട്ടത് വന്നിട്ടുണ്ട്. ഇത്രയും കാലം സ്തോത്രം രഹസ്യമായിട്ട് കൊണ്ടു കിടക്കുക. രാത്രിയിൽ തലയിലൂടെ മുണ്ടിട്ട് ചന്ദ്രൻ്റെ പ്രകാശത്തിൽ വന്നു കയറിയതുപോലെ ആരും അറിയല്ലേ, ആരും അറിയിക്കല്ലേ എന്ന് പറയുന്നതായ പാർട്ടികളുണ്ട്. സ്തോത്രം. പക്ഷെ സമയം വന്നപ്പോഴേക്കും സംഭവം പോയി, കൈവിട്ട് പോയി. ചേവകൻ അവനെ പിടിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഏതവനെ പിടിക്കാൻ പറ്റാത്ത ഞാൻ എഴുന്നേറ്റു. ഓ ഹല്ലേലൂയ. അപ്പോൾ അവനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെയും പിടിക്കാൻ പറ്റില്ല. അവനിൽ വിശ്വസിക്കുന്ന എന്നെയും പിടിക്കാൻ പറ്റത്തില്ല. സോ അപ്പോൾ യോസേഫ്, അരിമത്തയിലെ യോസേഫ് വന്നിട്ട് പറഞ്ഞു കാണും, സ്തോത്രം, ഞാനിത് പണ്ടേ മനസ്സിലാക്കിയതാണ്. അവനായിരിക്കും കേട്ടോ. മോശ പറഞ്ഞില്ലേ എന്നെക്കാൾ വലിയൊരു പ്രവാചകൻ എഴുന്നേൽക്കുന്നു. യോശുവ പറഞ്ഞില്ലേ യെരിഹോ സമഭൂമിയിൽ മറ്റേ വാളുമായി നിൽക്കുന്ന അവനായിരിക്കുമെന്ന്. ന്യായാധിപന്മാർ എല്ലാവരും പറഞ്ഞില്ലേ, അല്ലെങ്കിൽ എല്ലാവരും ന്യായപാലനം ചെയ്തപ്പോൾ അവരിൽ ആരുമില്ലാത്ത വലിയ ന്യായപാലകൻ. സ്തോത്രം. ശമൂവേലിലെ രാജാവ്, 2 ശമൂവേലിലെ സ്തോത്രം, അതേ ദേവാലയം, രാജാക്കന്മാരുടെ പുസ്തകത്തിലെ അതേ ദേവാലയത്തിലെ മഹത്വം, ഉന്നതനായ സിംഹാസനത്തനായ രാജാവ്, 23-ാം സങ്കീർത്തനത്തിലെ നല്ല ഇടയൻ, യെശയ്യാവിൻ്റെ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുന്ന അത്ഭുത ശിശു, യിരെമ്യാവിലെ ഒരു കണ്ണുനീരിൻ്റെ പ്രവാചകൻ, എസെക്കിയേലിൻ്റെ ചക്രം, ആൻഡ് സോ ഓൺ. സ്തോത്രം. ഓരോ പുസ്തകത്തിൽ കാണുന്ന അവനാണിവൻ. ഓ കമാൻ. കാരണം ഇവർ തമ്മിൽ സംസാരിക്കുന്ന വചനം അറിയാത്തവരല്ല, വചനം അറിയുന്നവരാണ്. ഇവർ പരീശന്മാരാണ്, ഇവർ വചനം അറിയുന്നവരാണ്. സോ അവർ പരസ്പരം പറഞ്ഞു, അങ്ങനെയാണെങ്കിലുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവൻ ഏത് നേരവും പിടിക്കപ്പെടും, ഇവൻ കൊല്ലപ്പെടും. ഏത് നേരം അവൻ പിടിക്കപ്പെടും, അവൻ കൊല്ലപ്പെടും. കാരണം സ്തോത്രം അങ്ങനെയാണ് ദാനിയേൽ പറഞ്ഞിരിക്കുന്നത്, അഭിഷിക്തൻ ഛേദിക്കപ്പെടും. പരസ്പരം അവർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അപ്പോൾ ഈ അരിമത്തയിലെ യോസേഫ് പറഞ്ഞു, അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെങ്കിൽ കുഞ്ഞെ, കുടുംബ കല്ലറ എൻ്റെ കൈവശമുണ്ട്, നമുക്കവനെ രാജകീയമായി തന്നെ അടക്കണം. കുടുംബ കല്ലറ എൻ്റെ കൈവശം. അപ്പോൾ മറ്റേ പുള്ളി പറഞ്ഞു, അണ്ണൻ്റെ കയ്യിൽ കല്ലറയുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഭയങ്കര ഒരു കൂട്ടുമുണ്ട്. എൻ്റെ കയ്യിലൊരു കൂട്ടുമുണ്ട്. കാരണം ഇവൻ നിസാര പുള്ളിയല്ല, ഇവൻ പലസ്തീനിലെ 3ാമത്തെ വലിയ ധനികനാണ്. അവർ പരസ്പരം സംസാരിച്ച് കാണും. ഏറ്റവും വലിയ ഗംഭീരമായ അടക്കമായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ആസ രാജാവിൻ്റെ അടക്കമാണ്. ഇവർ പരസ്പരം പറഞ്ഞു, അങ്ങനെയെങ്കിൽ നമുക്ക് അതിനേക്കാൾ ഗംഭീരമാക്കണം. കാരണം ദൂത് കിടക്കുന്നു, യെശയ്യാ 53:9 ദൂത് കിടക്കുന്നു, അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരെ പോലെ ആയിരുന്നു. ആ ദൂത് നിറവേറാൻ നമ്മൾ എന്തും ഏതും ചെയ്യണം. ഇന്ന് രാത്രി വെല്ലുവിളിയായി ഞാൻ വിളിച്ചു പറയട്ടെ, എന്താണോ വചനം നിറവേറുന്നത് അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും. വചനം നിറവേറാൻ ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ് എത്ര പ്ലാറ്റ്ഫോമിൽ പോയി പ്രസംഗിച്ചെന്നല്ല, ഏതൊക്കെ രാജ്യങ്ങളിൽ കയറി ഇറങ്ങിയല്ല, എത്ര യൂട്യൂബ് ചാനലിൽ ആൾക്കാർ കണ്ടെന്നല്ല. വചനത്തിൻ്റെ ഏറ്റവും വലിയ ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ് ദൈവവചനം എത്ര നിൻ്റെ ജീവിതത്തിൽ നിറവേറ്റി, ദൈവവചനം എത്ര നീ അനുസരിച്ചു, അതാണ് നിൻ്റെ ലൈഫിൻ്റെ സക്സസ്. ആരും മിണ്ടുന്നില്ലല്ലോ. എത്ര ദൈവവചനം നീ അനുസരിച്ചു, അല്ലെങ്കിൽ ദൈവവചനം എത്ര നീ സ്തോത്രം അതെ എത്ര നീ നിറവേറ്റി, അതാണ് ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അല്ലാതെ നീ എത്ര ആൾ കളിച്ചു, എത്ര പേരുണ്ടാക്കി, എത്ര അടവെടുത്തു, എത്ര കസേര പിടിച്ചു, നോ, എത്ര നീ ദൈവവചനം അനുസരിച്ചു. സൗര് പറഞ്ഞു, പരസ്പരം പറഞ്ഞു, അണ്ണാ എനിക്കില്ലാത്തത് നിനക്കുണ്ട്,
നിനക്കില്ലാത്തത് എനിക്കുണ്ട്. ഒരുത്തൻ പറഞ്ഞു എനിക്ക് കല്ലറയുണ്ട്, മറ്റു പറഞ്ഞു സാരമില്ല എനിക്ക് കൂട്ടുണ്ട്, എനിക്ക് അഖിലിൻ്റെയും മൂരിൻ്റെയും ഒരു കൂട്ടുണ്ട്, എനിക്കില്ലാത്ത ആ കല്ലറ നിനക്കുണ്ട്, നിനക്കില്ലാത്ത അതേ കൂട്ട് എനിക്കുണ്ട്. കമാണ്, അതിൻ്റെ പേരാണ് ക്രിസ്തീയ കൂട്ടായ്മ. ഇന്ന് രാത്രി ദൈവകൃപയാൽ ഞാൻ ഈ ദൂത് വിളിച്ചു പറയട്ടെ. ചിലരുമായി ദൈവം നിന്നെ കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. ചിലരുമായി ദൈവം നിന്നെ കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. ചിലരുമായി ദൈവം നിന്നെ കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ചില കുടുംബങ്ങളെ, ചില ദൈവദാസന്മാരെ, ചില ശുശ്രൂഷകളുമായി കർത്താവ് നിന്നെ കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. നിൻ്റെ മക്കളെ കർത്താവ് കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. റോങ് കണക്ഷൻ അല്ല, ലോകത്തിൻ്റെ കണക്ഷൻ അല്ല, ജഡത്തിൻ്റെ കണക്ഷൻ അല്ല. ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുവാൻ, ദൈവിക പദ്ധതി വെളിപ്പെടുവാൻ വിശ്വസിക്കുന്ന ഒരു ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിക്കും. ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുവാൻ കണക്ഷൻ കടന്നു വരികയാണ്. കണക്ഷൻ കടന്നു വരികയാണ്. ഓ യുവ സഹോദരി സഹോദരന്മാരെ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, രൂത്തും ബോവസും തമ്മിൽ കണക്ട് ചെയ്തതുപോലെ ദൈവികമായ കണക്ഷൻ നിൻ്റെ ഭവനങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്നു. നിന്റെ വീട്ടിൽ നടക്കുന്ന ഓരോ കല്യാണം പോലും സാധാ വിവാഹമായിട്ടല്ല നടക്കുന്നത്. ഈ പുസ്തകം പറയുന്നതനുസരിച്ചുള്ള പദ്ധതിക്ക് വേണ്ടിയുള്ളതായ കണക്ഷൻ ആയിരിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുകയാണ്. കമാൺ, ഏറ്റെടുക്കുക, കരങ്ങളെ അടിച്ച് ഏറ്റെടുക്കുക, കരങ്ങളെ അടിച്ച് ഏറ്റെടുക്കുക. കണക്ഷൻ തെക്കേ വടക്കേ കിഴക്കേ പടിഞ്ഞാറ് കണക്ഷൻ, ദേശങ്ങളിൽ നിന്ന് ദൈവിക കണക്ഷൻ. നീ അവരെ തേടണ്ട, അവർ നിന്നെ തേടി വരുന്നു. കണക്ഷൻ. നീ നന്മയെ തേടണ്ട, നീ കരുണയെ തേടണ്ട, നന്മയും കരുണയും നിന്നെയും നിന്റെ തലമുറയും തേടി വരുന്നു. കണക്ഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനത്തെ നമ്മൾ വായിച്ചത് യഹൂദ മര്യാദ പ്രകാരം റിസ്ക് എടുത്ത് തൻ്റെ ജീവൻ പണയം വെച്ച് അരിമത്യയിലെ യോസഫ് യേശുവിൻ്റെ ശരീരത്തെ ചോദിച്ചെന്നാണ്. റിസ്ക് ആയിരുന്നു. വേണമെങ്കിൽ അരിമത്യയിലെ യോസഫ് കൊല്ലപ്പെടാം. റിസ്ക്. വിശ്വാസ ജീവിതത്തിൽ റിസ്ക് ഉണ്ട്. നാളെ സ്തോത്രം ഞാൻ ചർച്ച പ്രസംഗിക്കുന്നതാണ്. റിസ്ക്, സ്തോത്രം. വിശ്വാസ ജീവിതത്തിന് എപ്പോഴും ഒരു സ്തോത്രം സാഹസമുണ്ട്. സ്തോത്രം. റിസ്ക് എടുത്ത് അതെ അരിമത്യയിലെ യോസഫ് അവൻ്റെ ശരീരം ചോദിച്ചു. അപ്പോൾ അത് റോമാ സമ്പ്രദായം അല്ല സഹോദരങ്ങളെ. റോമക്കാരാണ് യേശുവിനെ ക്രൂശിച്ചത്. റോമാ സമ്പ്രദായ പ്രകാരമല്ല. റോമാ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ക്രൂശിൽ നിന്ന് ബോഡി എടുക്കത്തില്ല. യഹൂദന്മാരുടെ ശബത്തിൻ്റെ സമ്പ്രദായ പ്രകാരമാണ് ബോഡി ക്രൂശിൽ നിന്ന് എടുത്തത്. പക്ഷേ റോമാ സമ്പ്രദായ പ്രകാരം യേശുവിൻ്റെ ശരീരം ആ ക്രൂശിൽ തന്നെ ഇരിക്കും. അപ്പോൾ സാത്താൻ വിചാരിച്ചത് റോമക്കാരല്ലയോ ക്രൂശിച്ച്. നിങ്ങൾക്ക് മനസ്സിലാവും? എൻ്റെ ഇവിടെ ഉണ്ടോ നിങ്ങൾ? അപ്പോൾ സാത്താൻ വിചാരിച്ചത് യവനെ ക്രൂശിച്ചത് റോമക്കാരല്ലയോ. അപ്പോൾ സാത്താൻ വിളിച്ചു, കാക്കേ, തത്തേ, പരുന്തേ, കഴുകനെ, എല്ലാം വാ, ഒരു നല്ല ആഹാരമുണ്ട്, ഞങ്ങൾക്ക് തലവേദന തന്ന ഒരുത്തനുണ്ട്, ഇപ്പം മരിച്ചതേ ഉള്ളൂ, വാ ഇപ്പം അങ്ങ് തിന്നാം. കാരണം അവൻ്റെ കൂടെ ഉള്ള ഒറ്റ എണ്ണം ഇല്ല, എല്ലാവരും ഓടി. കൂടെ ഞാൻ നിനക്ക് വേണ്ടി കൂടെ നടക്കും, കൂടെ ചത്ത് കളിയെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന എല്ലാവരും കാലുവാരി. ലൈഫിന് പ്രശ്നം വരുമ്പോൾ, ജീവിതത്തിൽ തിരമാല വരുമ്പോൾ, ജീവിതത്തിൽ കൊടുങ്കാറ്റ് വരുമ്പോൾ കൂടെ നിൽക്കുന്നവന്മാർ ഓടും. ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി വരുമ്പോൾ നിൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ടല്ലോ, അവർ ഓടും. പക്ഷേ ഇന്നത്തെ ദൂത് ഇതാണ്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത രഹസ്യ ശിഷ്യന്മാരെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. നീ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ നിന്നെ തേടി വരും. നീ ചിന്തിച്ചിട്ടില്ലാത്ത കരങ്ങൾ നന്മയ്ക്കായി നിന്നിലേക്ക് നീണ്ടുവരും. സ്തോത്രം. അപ്പോഴിതാ പരസ്യ ശിഷ്യന്മാർ ഓടിയപ്പോൾ രഹസ്യ ശിഷ്യന്മാർ വരിക. അപ്പോൾ സാത്താൻ വിചാരിച്ചത് നോ, ഇവൻ്റെ ശരീരം സ്തോത്രം ദിവസങ്ങൾ ആ ക്രൂശിലങ്ങിയിരിക്കും. 4 ദിവസം 5 ദിവസം സ്തോത്രം. പക്ഷികൾ അതിനെ കൊത്തി അതിനെ അങ്ങ് നാറ്റിക്കും. ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരത്തെ, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു, ദൈവ ശരീരത്തെ, ക്രിസ്തുവിൻ്റെ ശരീരത്തെ നാറ്റിപ്പിക്കാൻ വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ ഇതിനെ നാറ്റിപ്പിക്കാൻ, ഇതിനെ നാറ്റ കേസാക്കാൻ സാത്താൻ സകല പദ്ധതികളെ ക്രമീകരിക്കുകയാണ്. ഇതിനെ നാറ്റ കേസാക്കാൻ ശത്രു പദ്ധതിക്ക് തയ്യാറാക്കുമ്പോൾ മറുവശത്ത് എൻ്റെ കർത്താവ് പറയുന്നു, നോ, ദുഷ്ടൻ്റെ ആലോചനയെ ഞാൻ അബദ്ധമാക്കും. ശത്രുവിൻ്റെ പദ്ധതിയെ ഞാൻ അബദ്ധമാക്കും. യുദ്ധം നിൻ്റെതല്ല. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നീ നാറ്റമല്ല, നീയൊരു ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ നീയൊരു സുഗന്ധമായി തീരുവാൻ പോകുന്നു. നീയൊരു സുഗന്ധമാകാൻ പോകുന്നു.
സത്താൻ വിചാരിച്ചത് അവൻ്റെ ശരീരത്തെ മുഴുവൻ കുത്തി വലിച്ചെടുത്തിട്ട് അവസാന അസ്ഥി പഞ്ചരത്തെ ഹിന്നോം താഴ്വര എന്ന് പറയുന്നതായ ഒരു താഴ്വരയുണ്ട്. അവിടെയാണ് പൊടിയും അഴുക്കും യെരൂശലേം പട്ടണത്തിൻ്റെ സകല വിഴുപ്പിനെ ഇട്ട് ഇങ്ങനെ എരിച്ച് ചാരമാക്കുന്നത്. ആ ഹിന്നോം താഴ്വരയിലേക്ക് അവൻ്റെ അസ്ഥിയെ വലിച്ചെറിഞ്ഞ് അവിടെ എരിച്ച് ചാരമാക്കാമെന്ന സാത്താൻ വിചാരിച്ചത്. സാത്താൻ നാറ്റക്കേസാക്കി അതിനെ എരിക്കാമെന്നാണ് തീരുമാനിച്ചത്. എന്നാൽ എൻ്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. രാത്രി നിന്നെ ഓരോരുത്തരും നോക്കി, ദേവദാസന്മാരെ നിങ്ങൾ ഓരോരുത്തരും നോക്കി, എൻ്റെ തമ്പുരാൻ പറയുന്നു, നീ എനിക്കുള്ളവനാ, നീ എനിക്ക് വേണ്ടി നിൽക്കുന്നവനാ, നീ എന്നെ സ്നേഹിക്കുന്നവനാ, നീ എൻ്റെ മകനാ, നീ എൻ്റെ മകളാ, ഞാൻ വിട്ടുകൊടുക്കത്തില്ല, പ്രശ്നങ്ങൾക്ക് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. എത്ര പേർ സ്തോത്രം പറയുന്നു? എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട് ലൈഫിൽ? എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട് നിന്നെക്കാൾ ബലവാന്മാർ വന്നപ്പോൾ, അനർത്ഥങ്ങൾ വന്നപ്പോൾ, മരണം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ എൻ്റെ ദൈവം പറഞ്ഞു, ഇത് നെയ്യാറ്റിങ്കര ടൗൺഷിപ്പിൻ്റെ വകയല്ല, ഇത് സ്വർഗത്തിൻ്റെ വകയാണ്, ഇത് മനുഷ്യൻ്റെ വകയല്ല, ഇത് കർത്താവിൻ്റെ വകയാണ്, ഞാൻ വിട്ടുതരത്തില്ല, ഞാൻ വിട്ടുതരത്തില്ല. കർത്താവ് പറഞ്ഞു, തൊട്ടുപോകല്ല, അവൻ എൻ്റെ മകനാണ്, ഇവൾ എൻ്റെ മകളാണ്. അനുഭവിച്ച പ്രാർത്ഥനകളെ തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. സ്വരമക്കല് യോസേഫ് നിക്കോദീമോസ് ആ ശരീരം വാങ്ങി. അണ്ണാ, എനിക്കില്ലാത്ത നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലാത്ത എനിക്കുണ്ട്. എനിക്കെത്താത്ത കല്ലറ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലാത്ത കൂട്ട് എനിക്കുണ്ട്. 100 പൗണ്ട് റാത്തൽ, 100 റാത്തൽ തൂക്കം എന്ന് പറഞ്ഞാൽ സ്തോത്രം, 100 പൗണ്ട് എന്ന് പറഞ്ഞാൽ 45 കിലോഗ്രാം വെയിറ്റ് ഉള്ളതായ ഒരു സ്തോത്രം കൂട്ടും കൊണ്ടാണ് നിക്കോദീമോസ് വന്നത്. 45 കിലോഗ്രാം വെയിറ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിൻ്റെ അത്രയും വെയിറ്റുള്ള ഒരു കൂട്ടും കൊണ്ട് സ്തോത്രം നിക്കോദീമോസ് വന്നത്. അല്ലാതെ ഇന്ന് രാത്രി നമ്മൾ ചിലർ എന്ന് അടിച്ചതുപോലെ ചെറിയൊരു സ്പ്രേയും കൊണ്ടല്ല നിക്കോദീമോസ് വന്നത്. 45 കിലോഗ്രാം വെയിറ്റുള്ള ഒരു കൂട്ടുമായിട്ടാണ് വന്നത്. അർത്ഥം, ആസ രാജാവിന് കിട്ടിയതിനേക്കാൾ ഏറ്റവും വലിയ അടക്കാരാധനയായിരുന്നു യേശു കർത്താവിന് ലഭിച്ചത്. മരണത്തിലും അവൻ സമ്പന്നന്മാരോട് കൂടിയായിരുന്നു.